നമസ്തേ ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. മതം പൊട്ടി ബംഗ്ലാദേശ്, മതഭ്രാന്തന്മാരുടെ അഴിഞ്ഞാട്ടത്തിൽ ചിറ്റഗോങ്ങിൽ വീണ്ടും ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ഇസ്കോണിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ആചാര്യ ചിന്മയ കൃഷ്ണദാസിനെ ഉടൻ ജയിൽ മോചിതനാക്കണമെന്ന് RSS ആവശ്യപ്പെട്ടിട്ടുണ്ട്. മതം പൊട്ടി ബംഗ്ലാദേശ്. ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇസ്കോൺ ആക്രമിക്കപ്പെടുന്നു? ഇസ്കോണിനെ നിർവീര്യമാക്കുകയോ ലക്ഷ്യം? സന്യാസി വര്യനെ ജയിലിലടച്ച് ഇടക്കാല സർക്കാർ നൽകുന്ന സന്ദേശം എന്ത്? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയിൽ ഭാരതത്തിലെ പ്രതിപക്ഷം കടുത്ത പ്രതികരണത്തിലേക്ക് കടക്കാത്തത് എന്തുകൊണ്ട്? നമുക്ക് പരിശോധിക്കാം. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവത്ത്, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ ശ്രീമതി നുസ്രത് ജഹാൻ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം കൊടുമ്പിരിക്കൊള്ളുന്നു. പലതും പുറത്തു വരാതെ തമസ്കരിക്കപ്പെടുകയാണ്. ഇസ്കോണിനെ നിരോധിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അവിടുത്തെ കോടതി അത് നിരാകരിച്ചപ്പോൾ സ്വാമിമാരെ ഉന്നം വയ്ക്കുകയാണ്. കള്ളക്കേസുകളെടുത്ത് ജയിലിൽ അടയ്ക്കുന്നു. ബംഗ്ലാദേശിനെ പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കുകയാണോ അജണ്ട? അതാണോ അജണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സംശയമൊന്നുമില്ല. അത് തന്നെയാണ് അജണ്ട. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, അത് പഴയ അജണ്ടയാണ്. അതൊന്ന് പുതുക്കിയെടുത്തു എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. ഇതിനു മുന്നേയും നമ്മൾ ചർച്ച ചെയ്തപ്പോഴും അതിൽ സൂചിപ്പിച്ച 1971 ആ ഒരു ഹിന്ദു ജനോസൈഡ് നടത്തിയതിനെ കുറിച്ചും, അതുപോലെ അന്ന് അവർ മുന്നോട്ട് വെച്ച ആശയം, അതിനകത്ത് അവർ മുന്നോട്ട് വന്ന രീതി, അതിൻ്റെ റസാക്കാഴ്സ് എന്ന് പറയുന്ന ആളുകളെ ആ ഒരു പ്രത്യേക ഒരു സേനാ വിഭാഗം പോലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട്, ഒരു പാരാമിലിറ്ററി ട്രൂപ്പ് പോലെ ഉണ്ടാക്കി, ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ്, അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്തത് എന്നെല്ലാം നമ്മൾ പറഞ്ഞപ്പോഴും അവിടെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ഭാഗത്തുള്ള ഇസ്ലാം മത ഇതര വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് അതിനകത്ത് ഹിന്ദു വിഭാഗം, അങ്ങനെ തന്നെ പറയുന്നതാണ് കുറച്ചും കൂടി സ്പെസിഫിക് ആവുക, ആ വിഭാഗത്തെ അവിടുന്ന് തുടച്ചു നീക്കുക എന്നൊരു പ്രഖ്യാപിത ലക്ഷ്യം അതവിടെ ഉണ്ട്. അത് മുന്നേ നമ്മൾ കണ്ടതാണ്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്ന് ഒടുക്കിയതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുള്ളത്, റേപ്പ് ചെയ്തതിൻ്റെ ചരിത്രമുള്ളത്, എല്ലാം നമ്മളവിടെ പറയുന്നു. അപ്പോൾ ഇപ്പോഴും അവർ മുന്നോട്ട് വെക്കുമ്പോൾ, ഇപ്പോൾ ഇസ്കോണിനെ ഇങ്ങനെ ബാൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ, സത്യത്തിൽ ഇത് സ്വയം കോമാളികളാകുന്ന ഒരു അവസ്ഥ കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ ബാൻ ചെയ്ത ഒരു രാജ്യമാണ് ഒരു ഘട്ടത്തിൽ. എന്നാൽ അതിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചതും എല്ലാം നമ്മൾ കാണുമ്പോൾ, അതേപോലെ ഒരേ നാണയത്തിന്റെ മറുവശം എന്നുള്ള രീതിയിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം എന്ന് പറയുന്നതാണ് ഇതിനെ കുറച്ചുകൂടി നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ നമ്മളൊരു ഏതെങ്കിലും വിധേന ഒരു പ്രചാരണം നടത്തിയെന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന അത്തരത്തിലുള്ള ഒരു വിശ്വാസപരമായ കാര്യങ്ങൾ അത് പ്രകടിപ്പിച്ചു എന്നതോ അല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിലുള്ള ആരോപണം. അവര് കൃത്യമായ ഭീകരവാദവും കൃത്യമായ വംശീയ ഉന്മൂലനവും അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ജനോസൈഡൽ തോട്ടുമായിട്ട് നടന്ന് ആ ആശയവും പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഒരു രാജ്യം തന്നെ രണ്ടാക്കി മൂന്നാക്കിയൊക്കെ മുറിച്ചെടുക്കുന്നതിന് പോലും മുന്നോട്ട് നിന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ അതിന് പകരം ഞങ്ങളെപ്പോലെ വേറൊരു കൂട്ടർ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത് എന്ന ഒരു സംഗതി കൊണ്ടുവരാനും, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള ന്യൂനപക്ഷ അക്രമങ്ങളെ ന്യായീകരിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു വിഫല ശ്രമം, അതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഇത് ബാക്ക് ഫയർ ചെയ്യും. പ്രത്യേകിച്ച് ഇസ്കോൺ എന്താണെന്നോ, അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകൾ XYZ ഏത് തന്നെയായാലും, ഇസ്ലാം ഇതര സംഘടനകൾ എന്താണ് എന്ന് ആർക്കാണെങ്കിലും, ഒരു കുട്ടിക്കാണെങ്കിൽ പോലും അത് ചെറുതായിട്ടൊന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ പോലും കിട്ടുന്ന ഒരു വിവരമായിരിക്കും. ജമാഅത്ത് ഇസ്ലാമി എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓഫ് ഷൂട്ട്സ് ആയിട്ടുള്ള സംഗതികളുടെ പേരുകൾ എടുത്താൽ എണ്ണിത്തീരില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു അവസ്ഥ. അതായത് ഇപ്പോൾ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഒരു ടോപ്പ് 20 ടെറർ ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 20 ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. അതിനകത്ത് ഇസ്കോണൊന്നും ഒരിക്കൽ പോലും കടന്നു വരുന്നില്ല, അതിൻ്റെ 7 അയലത്ത് വരുന്നില്ല. അപ്പോൾ അവർ ഇതൊരു തീവ്രവാദ സംഘടനയാണെന്നൊക്കെ പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ആഗോള ഇൻഡെക്സ് ഇതുപോലെ ഉള്ളപ്പോൾ അതിനകത്തൊന്നും പെടാത്ത ഇരിക്കുന്ന ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ സത്യത്തിൽ സ്വയം എക്സ്പോസ്ഡ് ആവുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത്
ഈ അക്രമങ്ങൾ ഇത് വ്യാപിക്കുന്നു, ഇത് മറ്റുള്ള ആളുകൾ ഇന്ത്യയിലടക്കം ഈ ഭൂരിപക്ഷ വർഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ധ്രുവീകരണത്തിന് പോലും വഴിവെക്കുന്ന രീതിയിലേക്കൊക്കെ ഇത് മാറുന്നതും എല്ലാം നമ്മൾ കാണുകയാണ്. നമ്മളുടെ അയൽവക്കത്തൊരു രാജ്യം ഇങ്ങനെ നിരന്തരം ഒരു രോഗാതുരമായിട്ടിരിക്കുന്നത് നമുക്കൊട്ടും തന്നെ ഭൂഷണമല്ല. ഒരു വശത്ത് ഓൾറെഡി നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഇനി ഒരെണ്ണം ഇപ്പുറത്തും കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് ഭൂഷണമല്ലാത്തതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഒതുങ്ങേണ്ട, അത് ശമിക്കേണ്ട ഒരു വിഷയമാണ് എന്നും കൂടിയാണ് അവിടെ പറയാനുള്ളത്. ഡോക്ടർ ആരിഫ്, കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഒരു വ്യക്തി പറഞ്ഞത്, ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, അതായത് ഇതൊക്കെ പെരുപ്പിച്ച് കാണിക്കുകയാണ്, കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഈ പുറത്ത് അറിയുന്നത് പോലെ അങ്ങനെ ഒരു വംശീയ ഹത്യ അവിടെ നടക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹം കോട്ട് ചെയ്തത് BBC-യെയാണ്. അദ്ദേഹം ഈ ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ഒരക്ഷരം പറഞ്ഞില്ല. അത് പറയാൻ സാധിക്കില്ലല്ലോ. അതെങ്ങനെയാണ് അവർക്ക് പറയാൻ സാധിക്കുക? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ നമ്മൾ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിരിക്കേണ്ടി വരുന്നത്. ഇതാണ് അന്നും നമ്മൾ പറഞ്ഞത്. കാരണം നമ്മൾ ഇതിനകത്ത് നിന്നുകൊണ്ട് മതേതര സ്വഭാവം കാണിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മൾ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ആകെ കൂടി ചെയ്യേണ്ട ഒരു പണി എന്താണ്? അത് ഇസ്ലാമിക തീവ്രവാദത്തെ മറച്ചു വെക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാത്രം ചെയ്താൽ മതി, നമുക്ക് മതേതരനാകാം. ഒപ്പം കുറച്ചും കൂടിയും വളരെ ഉത്തമനായ ഒരു മതേതരനാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സംഖ്യകളെയും കൂടി തെറി പറഞ്ഞാൽ മതി. അപ്പോൾ വളരെ മികച്ച ഒരു മതേതരനാകാം. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു വളരെ സിംപിളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇത് ഏത് കൊച്ചുകുട്ടിക്ക് വേണമെങ്കിലും എടുക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. മതേതരനാവുക, വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടടുത്ത് ചൂണ്ടിക്കാണിക്കുക, ചൂണ്ടിക്കാണിക്കേണ്ടാത്തോടത്ത് അത് കാണിക്കാതിരിക്കുക എന്നതും കൂടിയാണ് അവിടെ വരുന്നത്. വെറുതെ അനാവശ്യമായിട്ട് ഈ ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടി യൂട്യൂബിലൊക്കെ ചിലർക്ക് കുരുപൊട്ടുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ വിഷയം എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നത്? നിങ്ങൾക്ക് മറ്റ് വിഷയങ്ങളൊന്നുമില്ലേ? വിഷയ ദാരിദ്ര്യമാണോ? ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമം എന്തിനാണ് എല്ലാ ദിവസവും ജനം TV ചർച്ച ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അല്ല, അത് നമ്മൾ എന്നോട് അത് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാറുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മുക്കാൽ മീഡിയയിൽ ഈ ഇസ്രായേൽ ഹമാസ് വിഷയമല്ലാതെ വേറെ ഒന്നും ചർച്ച ചെയ്യാനില്ലേ എന്നാണ് ഞാൻ അവരോട് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇത് ഓരോ ആളുകൾക്ക് ഓരോ താല്പര്യമുണ്ട് എന്നുള്ളത് മാറ്റി വെച്ചാൽ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണ്ടേ? അത് ആരെങ്കിലും ഒരാൾ ചെയ്യണ്ടേ? ആ ചെയ്യുന്ന ആളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് തിരുത്തി പറയാം. അതായത് ഇവിടെ ഏതായാലും അവാസ്തവമായ കാര്യമൊന്നും പറയുന്നില്ല. മുക്കാൽ മീഡിയ ചെയ്യുന്നത് പോലെ ഹമാസിന്റെ തീവ്രവാദികളെ പോരാളി എന്നൊന്നും ഇവിടെ ആരും വിളിക്കാറില്ല. ആ രീതിയിലുള്ള കാര്യം ഇവിടെ ആരും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറയും, ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് ഇവിടെയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന ഒരു ബഹുമാനം അത് ഞാനിവിടെ തരുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത് പോലും. അല്ലെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഡോക്ടർ മോഹൻ വർഗീസ്, ആനയ്ക്ക് മതം പൊട്ടുന്നത് പോലെ ബംഗ്ലാദേശിൽ ഭൂരിപക്ഷം മതം പൊട്ടി ചിഹ്നം വിളിച്ച് നടക്കുകയാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഡോക്ടർ മുഹമ്മദ് യൂനുസ് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഇത്രയും തരം താഴാനാവുമോ? ശ്രീ അനിൽ, സാമാന്യ യുക്തിയെയും ബോധത്തെയും എല്ലാം തമസ്കരിക്കുന്ന രീതിയിലാണ് ബംഗ്ലാദേശിൽ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒരു സംഘടന, ഇസ്കോൺ എന്ന സംഘടനയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഹൈന്ദവ മുഖമുണ്ട്, അതേസമയം ഒരു സർവീസ് മുഖവുമുണ്ട്. ആ സംഘടനയുമായി ഒരു കാലത്ത് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിരുന്ന അതിൻ്റെ സമുന്നത നേതൃത്വത്തിലുണ്ടായിരുന്ന ചിന്മയ് ദാസ് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനൊരു കാരണം കണ്ടെത്തുകയായിരുന്നു. ആ ഒരു കാരണം കണ്ടെത്തി അറസ്റ്റ് ചെയ്യുമ്പോൾ അതാരുടെ അജണ്ട? തീർച്ചയായും മുഹമ്മദ് യൂനിസ് എന്ന ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരികളുടെ അജണ്ട അല്ല. ഈ ഭരണകൂടത്തെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ആര് എന്നതാണ് ഇവിടെ ചോദ്യം. ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ പുറത്താകൽ അല്ലെങ്കിൽ പുറത്താക്കൽ, ജനകീയ പ്രക്ഷോഭം, ഇതെല്ലാം തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവ പരമ്പരകളുടെ ഒരു പരിണിത ഫലമാണ്. ഇതെല്ലാം തന്നെ ഡിസൈൻഡാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചിന്ത അതിന് പിന്നിലുണ്ട്. ഒരു ദീർഘകാല പദ്ധതി ഇൻവോൾവാണ്. ബംഗ്ലാദേശിനെ ഒരു ദീർഘകാലം ഷെയ്ഖ് ഹസീന നയിച്ചിരുന്നു. ഒരു 4ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് അടുപ്പിച്ച് 2024 ജനുവരിയിൽ വീണ്ടും ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് അടുപ്പം പുലർത്തുന്ന ഒരു കുറച്ചൊക്കെ മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ബംഗ്ലാദേശിലെ ഒരു ദേശീയ പ്രസ്ഥാനം തന്നെയാണ് ഈ അവാമി ലീഗ്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ പാർട്ടിയായ അവാമി ലീഗിൻ്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ഷെയ്ഖ് ഹസീന
ഒരു അയൽ രാജ്യങ്ങളുമായി ബന്ധം നല്ലപോലെ പോകുന്നു. അതുപോലെ ഇതിനുള്ളിൽ തന്നെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം. അവിടെ ഉണ്ടായ ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ച് ഒരു ഇസ്ലാമിസ്റ്റ് ടച്ച് കൊടുത്ത ഭരണകൂടത്തെ റാൻസം ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഉണ്ടായ ആ ഒരു അജണ്ടയുടെ പരിണിത ഫലമാണ് മാലപ്പടക്കം പോലെ പിന്നീട് പൊട്ടുന്നത്. മുഹമ്മദ് യൂനിസ് സത്യം പറഞ്ഞാൽ ഒരു ബലിയാടാണ്. അദ്ദേഹം വിദേശത്ത് പ്രവാസത്തിലായിരുന്നു. അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം ലഭിച്ച അദ്ദേഹത്തെ, അങ്ങനെ ഒരു വിഖ്യാതമായ വ്യക്തിത്വത്തെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? അദ്ദേഹം ആരുടെയും കൺട്രോളിലായിരിക്കില്ല, മറിച്ച് അദ്ദേഹത്തിന് രാജ്യത്തിനൊരു ദിശാബോധം നൽകാൻ കഴിയും. ബംഗ്ലാദേശ് സത്യത്തിൽ ഈ സാമാന്യം നന്നായി കഴിഞ്ഞ ഒരു 2 ദശകങ്ങളായി ഈ തീർത്തും ഒരു പൂവർ രാജ്യമെന്ന ഒരു പ്രതിച്ഛായ മാറ്റി കുറച്ച് മുന്നോട്ട് വരികയായിരുന്നു. ആ ഒരു ഡെവലപ്മെൻ്റൽ റെറ്ററിക്കിന് പെട്ടെന്ന് തന്നെ കടിഞ്ഞാൺ വീണു. ജനങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഈ ധ്രുവീകരണത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെയാണ് ധ്രുവീകരണം വരുമ്പോൾ എന്താണ്, ഒരു ഭരണകൂടത്തെ നയിക്കുന്ന ശക്തികൾ ആ ഭരണകൂടത്തെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ഹീനമായ മാർഗമാണ് ഈ പോളറൈസേഷൻ, നിർബന്ധിതമായ പോളറൈസേഷൻ. അത് ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യുക. എക്കാലത്തും ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. ഹിറ്റ്ലർ ചെയ്തത് ഇത് തന്നെയാണല്ലേ. ഹിറ്റ്ലർ ചെയ്തിരുന്നത് അവിടുത്തെ ജൂതന്മാരെ, ജർമ്മനിയുടെ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ പതനത്തിന് കാരണമായത് യഹൂദന്മാരാണ്. അതുകൊണ്ട് ജ്യൂസിനെ ടാർഗറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇൻ്റർ വാർ പീരീഡിൽ യഹൂദ വേട്ട ഒരു വലിയ ഹരമായി മാറി. അപ്പോൾ ഭൂരിപക്ഷം ജർമ്മൻസ് ഈ യഹൂദ വേട്ടയ്ക്ക് ഒരു പക്ഷേ ഹിറ്റ്ലറോടൊപ്പം കൂട്ടുനിന്നു. അപ്പോൾ ഇതൊരു മാനസികാവസ്ഥയാണ്. ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യത്തെ ജനങ്ങളെ, മഹാഭൂരിപക്ഷം ജനങ്ങളെയും ആ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് നിർത്താനാവും എന്ന് എനിക്ക് കരുതാനാവില്ല. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ബംഗാളിൻ്റെ ഇന്നത്തെ പരിച്ഛേദമാണ്. ബംഗാളിനെ 2ആയി വിഭജിച്ചല്ലോ 1905 ഡിവൈഡ്. അതിനുശേഷം ഡിവിഷൻ വന്ന സമയത്ത് 47 വിഭജനമുണ്ടായി. ഹിന്ദു ഭൂരിപക്ഷ പശ്ചിമ ബംഗാൾ ഇന്ത്യയിലും ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ ഭാഗമായ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന രൂപത്തിൽ ബംഗ്ലാദേശും വന്നപ്പോൾ അവിടെ ഒറിജിനൽ ബംഗാളി സ്വത്വം അതൊരുപാട് പുരോഗമന ചിന്തയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു മതമൗലികത പടിഞ്ഞാറൻ പാകിസ്ഥാനെ പോലെ അത്രയധികം മതമൗലികതയുള്ള ഒരു പ്രദേശമായിരുന്നില്ല ഈ ഇന്നത്തെ ബംഗ്ലാദേശ് ഇരിക്കുന്ന അന്നത്തെ കിഴക്കൻ ബംഗാൾ. അവിടെ വളരെ വളരെ സാവകാശമാണ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഗ്രൂപ്പുകൾ മത തീവ്രവാദം ജനങ്ങളിൽ ഇൻജക്റ്റ് ചെയ്യുകയാണ്. അതിനൊരു ഭരണകൂടത്തിൻ്റെ കൂടി ഒരു മേമ്പൊടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മാറി മാറി വരുന്ന ഭരണകൂടത്തിലായിരുന്നു അവരുടെ പ്രതീക്ഷ. അതായത് ഷെയ്ഖ് ഹസീനയും, അത് ബംഗ്ലാദേശ് അവാമി പാർട്ടിയുടെ അധ്യക്ഷ, അതുപോലെ ബീഗം ഖാലിദ സിയയും, സിയാഉർ റഹ്മാൻ്റെ ഭാര്യ, അന്തരിച്ച സിയാഉർ റഹ്മാൻ്റെ ഭാര്യ ഖാലിദ സിയ, അവരിപ്പോൾ വയ്യാതിരിക്കുകയാണ്. അവർ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ലീഡറാണ്. ഈ 2 പാർട്ടികളും മാറി മാറി വരുമ്പോൾ ഖാലിദ സിയയുടെ ഭരണകൂടത്തിന് അനുകൂലമായി എപ്പോഴും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിൽക്കുകയും, എന്നാൽ മാറി ഷെയ്ഖ് ഹസീന വരുമ്പോൾ കുറച്ചൊക്കെ മതനിരപേക്ഷ സ്വഭാവം ബംഗ്ലാദേശ് തിരിച്ചു പിടിക്കുന്ന കാഴ്ചയുമാണ് കണ്ടത്. ഇനി ഒരിക്കൽ പോലും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ തിരിച്ചെത്താനാവാത്ത രീതിയിൽ ബംഗ്ലാദേശ് അവാമി ലീഗിനെയും ഷെയ്ഖ് ഹസീനയും അവരെ പിന്തുണച്ചിരുന്ന ഒരു പക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവിടെയാണ് അബദ്ധം പറ്റുന്നത്. ഇവിടെ ബംഗ്ലാദേശിലെ 8% വരുന്ന, ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ 8% വരുന്ന ഹൈന്ദവ ന്യൂനപക്ഷം, അത് വളരെ മെച്ചപ്പെട്ട നിലയിൽ അവിടെ ഉള്ള ആളുകളാണ്. പ്രത്യേകിച്ച് അവർ വിദ്യാസമ്പന്നരാണ്, വലിയ തോതിൽ രാഷ്ട്ര നിർമ്മാണത്തിന് പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് പ്രിയപ്പെട്ട സംഘടനയാണ് ഇസ്കോൺ. ഇസ്കോൺ ഒരു സാമൂഹ്യ സേവന സംഘടന എന്ന നിലയിൽ ഒരുപാട് കലാപങ്ങൾ, ഒരുപാട് കലുഷിതമായ സന്ദർഭങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാകുന്നത് പ്രകൃതിക്ഷോഭമാണ്, വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭം. ആ സമയത്തെല്ലാം ദുരിതാശ്വാസവുമായി വളരെയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നിടത്തേക്ക് പോലും ഈ ജനങ്ങളിലേക്ക് സഹായവുമായി ഇറങ്ങിയെത്തുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ ബംഗ്ലാദേശിലെ ബ്രാഞ്ചാണല്ലോ ഇസ്കോൺ ബംഗ്ലാദേശ്. മതം നോക്കിയല്ല അവർ ചേർത്ത് പിടിക്കുന്നത്. അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്? വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുന്നത് ആരാണ്? അത് മതം നോക്കിയല്ല ഒരാൾ വെള്ളക്കെട്ടിൽ പെടുന്നത്. അപ്പം മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പം മതം നോക്കാതെ, ജാതിയോ മതമോ വർഗമോ വംശമോ ഭാഷയോ നോക്കാതെ എല്ലായിടത്തേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു സോഷ്യൽ കൾച്ചറൽ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ ലോകത്തെങ്ങും തന്നെ തീവ്രവാദ പട്ടികയിൽ പെടുന്ന ഒരു ഓർഗനൈസേഷനല്ല. അത് പെട്ടെന്ന് തന്നെ ഒരു കാരണം കണ്ടെത്തി ആ സംഘടനയെ
നിരോധിക്കാനുള്ള ഒരു നിലപാടിലേക്ക് പോവുകയാണ്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ കോടതി സംവിധാനം ഇപ്പോഴും പ്രതീക്ഷയുള്ളത് ബംഗ്ലാദേശിൻ്റെ നീതിന്യായ സംവിധാനമാണ്. അപ്പോൾ ഇസ്കോണിനെതിരെ നൽകപ്പെട്ട തെളിവുകൾ ഒരുപക്ഷെ ഇസ്കോണിനെ നിരോധിക്കുന്നതിന് പര്യാപ്തമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഒരു പടി കൂടി കടന്നുകൊണ്ട്, ബംഗ്ലാദേശിൻ്റെ എക്സിക്യൂട്ടീവ് ഭരണകൂടം ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇസ്കോണിൻ്റെ ഏതാണ്ട് വലിയ തോതിലുള്ള ഫണ്ടിങ് സോഴ്സസിനെ, ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഫണ്ടിങ് സോഴ്സുകളെ മരവിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് ലോകമാസകലം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു സംഘടനയെ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തി അതിന് ധനസഹായം വിദേശത്തു നിന്നോ ആഭ്യന്തരമായോ എത്തുന്ന എല്ലാ വഴികളും അടയ്ക്കുന്നത് വഴി ആ സംഘടന ചോക്ക് ചെയ്യപ്പെടുകയാണ്. ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ഒരു മതവിഭാഗം എന്താണെന്ന് വെച്ചാൽ ആ വിഭാഗത്തിനും അതൊരു തിരിച്ചടിയായി മാറും. അങ്ങനെ പല വഴി ചേർന്ന് നിന്ന് ഇസ്കോണിനെ ഉപദ്രവിക്കാനും അതുവഴി ചിന്മയ ദാസ് എന്ന സന്യാസിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫാബ്രിക്കേറ്റഡായ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നത് വളരെ വലിയൊരു സാധ്യതയായി ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കരുതി. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ബംഗ്ലാദേശിലെ ജനങ്ങളുടെ മഹാഭൂരിപക്ഷവും നീതിമാന്മാരാണ്, റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളല്ല. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമാണ്, 90% ജനങ്ങൾ മുസ്ലിങ്ങളാണ്. പക്ഷേ അവർക്കൊരു ഇന്ത്യ വിരോധമില്ല. ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുപോലെ തന്നെ ഭാരതത്തോട് കടപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായി ബംഗ്ലാദേശിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഭാരതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം ഒരു ഗവൺമെൻറ് മാറി വന്നതുകൊണ്ടോ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചതുകൊണ്ടോ തകർക്കാനാവില്ല. അത് മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ അഭിവൃദ്ധിയുടെ ഒരു പ്രധാന കാരണം ഇന്ത്യയുമായി നടക്കുന്ന ഉഭയകക്ഷി ട്രേഡാണ്. ഏതാണ്ട് $14 ബില്യൺ വാർഷിക ട്രേഡാണ്. ബംഗ്ലാദേശ് അതിദ്രുതം വളരുന്ന ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ ഇക്കോണമിയിൽ അതിദ്രുതം വളരുന്ന ഒരു 3-4 ലോക രാജ്യമാണ് ബംഗ്ലാദേശ്. അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം അഭൂതപൂർവമായ രീതിയിൽ കഴിഞ്ഞ ഏതാനും വർഷം വളർന്നു വരുന്നതിന് പിന്നിൽ ഇന്ത്യയുടെ കൂടി സഹായമുണ്ട്, ഇൻഡയറക്റ്റ്ലി സഹായമുണ്ട്. ബംഗ്ലാദേശിലെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടാൽ ഒരു പ്രൊഡക്ഷൻ ബേസ് എന്ന നിലയിൽ, പ്രൊഡക്ഷൻ നല്ല തോതിൽ ചണത്തിൻ്റെ പ്രൊഡക്ഷൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, അതുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന രാജ്യം, അതുപോലെ അരി, നെല്ല്, ഒരുപാട് ധാന്യങ്ങൾ. അതുമാത്രമല്ല, ഇന്ത്യയുമായി സഹകരിച്ചുള്ള ജലസേചന പദ്ധതികൾ, റെയിൽ റോഡുകൾ, കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, പോർട്ട് എന്ന് വേണ്ട ഊർജ്ജോൽപാദന രംഗം ഉൾപ്പെടെ ഭാരതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ. അത് മാത്രമല്ല, ജിയോ പൊളിറ്റിക്കലി ആൻഡ് ജിയോ സ്ട്രാറ്റജിക്കലി ഭാരതം കഴിഞ്ഞേ ബംഗ്ലാദേശിന് മറ്റൊരു രാജ്യത്തെ പരിഗണിക്കാനാവൂ. അതാണ് ബംഗ്ലാദേശിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം. ഇതെല്ലാം മറന്നുകൊണ്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു പുതിയ ഭരണകൂടത്തിന്, ഒരു പാവ ഭരണകൂടത്തിനെ അവിടെ ആക്കിയതിനു ശേഷം പിന്നിൽ നിന്നുകൊണ്ട് സ്വകാര്യ അജണ്ടകൾ, ഒരു ചെറിയ വിഭാഗം ഇസ്ലാമിസ്റ്റുകളുടെ സ്വകാര്യ അജണ്ട നടപ്പാക്കാനുള്ള ഉപാധിയായി മുഹമ്മദ് യൂനിസ് ഗവൺമെൻറ്റിനെ ഉപയോഗിക്കുന്നു, അവിടുത്തെ ഘടനകളെ ഉപയോഗിക്കുന്നുവെങ്കിൽ ആത്യന്തികമായി അത് ബംഗ്ലാദേശിൻ്റെ ഇന്ന് ഉണ്ടായ ആ ഒരു അഭിവൃദ്ധി തിരിച്ചടിക്കും എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ചിന്മയദാസിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമായിരിക്കാം. പക്ഷേ ഇസ്കോൺ നിരോധിക്കുന്നു, അതിനുശേഷം സ്വത്തുക്കൾ മരവിപ്പിക്കുന്നു, ഭീകരപ്രസ്ഥാനമായി ഇസ്കോണിനെ കരുതണം എന്ന രീതിയിൽ മുറവിളി ഉയരുന്നു എന്ന് പറയുന്നത് ലോകമാസകലമുള്ള ഒരുപക്ഷെ ഇസ്കോൺ യൂണിറ്റുകൾ അത് പ്രതികരിക്കും. ലോക ഗവൺമെൻറ്റുകളുടെ, അമേരിക്കയുടെ ഉൾപ്പെടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഡൊണാൾഡ് ട്രംപ് മുൻപ് തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സധൈര്യം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞാനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ട, എത്നിക് ക്ലെൻസിങ് ഒരു രീതിയിലും അനുവദിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് തന്നെ ഒരുപക്ഷെ തീവ്രമായ ആക്രമണം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തി കളം പിടിക്കാം എന്ന ഒരു മോഹമായിരിക്കും ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെയും സഖ്യകക്ഷികളെയും ഇങ്ങനെ ഒരു നരവേട്ടയ്ക്ക് പ്രേരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഡോക്ടർ ആരിഫ്, ഏതായാലും ഈ കോടതി പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കപ്പെടാത്തതിൽ നമുക്ക് ആശ്വസിക്കാം അല്ലേ? അല്ലെങ്കിൽ കോടതി ഈ നിരോധിച്ചിരുന്നെങ്കിൽ, ഇസ്കോണിനെ നിരോധിച്ചിരുന്നെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമായിരുന്നില്ലേ? ഡോക്ടർ ആരിഫ്, അൺമ്യൂട്ട്.
നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഇസ്കോൺ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഹാജരായ ഒരു വക്കീലിന് അവിടെ കൊല്ലുന്നൊരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ പേരിൽ അവിടെ വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നത് ഈ വക്കീലന്മാരുടെ നേതൃത്വത്തിൽ. ഇത് സംരക്ഷണം കൊടുക്കണം എന്നുള്ള രീതിയിൽ ആരിൽ നിന്നുമാണ് സംരക്ഷണം കൊടുക്കേണ്ടതെന്ന് ആണ് നമ്മളവിടെ ചോദിച്ചു വന്നത്. കഴിഞ്ഞ ചർച്ചയിൽ വന്ന ആൾ പറഞ്ഞു, RSSകാർ നമ്മുടെ പള്ളികൾക്ക് കാവലിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ ആളുകളെയൊക്കെ ഈ ഒരു അവസരത്തിലാണ് ഞാൻ സ്മരിച്ചു പോകുന്നത്. അതേപോലെ അവിടെ പത്രം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏതാണ്ട് 167ഓളം പ്രസ് റിപ്പോർട്ടേഴ്സിൻ്റെ ആ ഒരു പ്രസ് രജിസ്ട്രേഷൻ അത് റദ്ദാക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രസ് ഫ്രീഡത്തെ അത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് ബോഡി അതിലുള്ള ആളുകൾ മുഴുവൻ അവിടെ നിന്ന് രാജിവെക്കുന്ന അവസ്ഥ. അതിനും അവർ പറഞ്ഞ കാരണം അവർ റിപ്പോർട്ട് ചെയ്തത് മുഴുവൻ ഈ പറയുന്ന ന്യൂനപക്ഷ വേട്ട അടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇന്ന് നിലവിൽ അല്പമെങ്കിലും രക്ഷപ്പെട്ടു നിൽക്കുന്നത് അവിടുത്തെ ആ ഒരു കോടതി സംവിധാനം തന്നെയാണ്. അതിനും എത്ര ആയുസുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. കാരണം അതിനുള്ള ഉദാഹരണം പാകിസ്ഥാനിൽ നിന്നുണ്ട്. വിധി പറയുന്ന ജഡ്ജി, ആ ജഡ്ജിയുടെ വസതി, അതുപോലെ സുപ്രീം കോടതി, ഇതെല്ലാം അവിടെ ആളുകൾ കയ്യേറുന്ന അവസ്ഥ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ വലിയ ദൂരമില്ല എന്നതാണ്. ശ്രീമതി നുസ്രത്ത്, ഡൽഹിയിലാണല്ലോ ഇരിക്കുന്നത്. ബംഗ്ലാദേശിലെ സുഹൃത്തുക്കൾ എന്ത് പറയുന്നു? ബംഗ്ലാദേശിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹലോ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ബംഗ്ലാദേശിലെ സുഹൃത്തുക്കൾ എന്ത് പറയുന്നു? ഡൽഹിയിലാണല്ലോ ഇരിക്കുന്നത്, കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ കിട്ടുന്നുണ്ടാവും. അതെ, ബംഗ്ലാദേശിലെ സ്ഥിതി വളരെ മോശാന്നുള്ളത് തന്നെ പറയുന്നത്. ജീവന് വേണ്ടിയിട്ട് അവരെങ്ങനെ സംരക്ഷണം ഏർപ്പെടുത്തും എന്നുള്ള ഒരു രീതിയിലാണ് അവർ കാര്യങ്ങൾ പോകുന്നത്. കേൾക്കാവോ? പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ. വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇവിടെ ഇസ്കോണിനെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ? ഇസ്കോണിനെ നിരോധിക്കണമെന്ന ആവശ്യം ഉയർത്തുന്നു, കോടതിയെ സമീപിക്കുന്നു. ദൈവാധീനം കൊണ്ട് കോടതി അത് നിരാകരിക്കുന്നു, തള്ളിക്കളയുന്നു. ഇപ്പോഴിതാ ഇസ്കോണിനെ നയിക്കുന്ന ആചാര്യനെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അതും വളരെ വളരെ ദുർബലമായിട്ടുള്ള ഒരു കാരണം പറഞ്ഞാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഇസ്കോണിനെ പൂർണ്ണമായും നിർവീര്യമാക്കാനുള്ള ശ്രമം, പിന്നെ ഇസ്കോണിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം എല്ലാം വളരെ സജീവമായിട്ട് തകൃതിയായിട്ട് നടക്കുകയാണ്. എങ്ങോട്ടേക്കാണ് ബംഗ്ലാദേശ് നീങ്ങുന്നത്? വിദ്യാസാഗർ. വളരെ അപകടകരമായ മതസ്വാധീനത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല, ബംഗ്ലാദേശിന്റെ തുടക്കം തന്നെ മതപരമായ വിഭജനം തന്നെ ആയിരുന്നല്ലോ. നമ്മളതിനെ ഒരു മതേതര രാഷ്ട്രമായി കാണുന്നതിൽ അർത്ഥമില്ലെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നമ്മൾ പാകിസ്ഥാൻ പോലെ തന്നെയാണ് ബംഗ്ലാദേശിന്റെയും ഏകദേശം കൾച്ചറൽ ഫാബ്രിക് ഇപ്പോൾ ഉള്ളത്. അത് ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പോ ഇതിനു മുമ്പുണ്ടായിരുന്ന അവാമി ലീഗിന്റെ മിനിസ്ട്രി അത് വളരെയധികം ഈ പറഞ്ഞ പോലെ മതേതര സ്വഭാവം കാണിക്കുകയും കുറെ കൂടെ റിലീജിയസ് മൈനോറിറ്റീസിനെ കണക്കിലെടുക്കുകയും അവരുടെ അവകാശങ്ങളെ കണക്കിലെടുക്കുകയും ചെയ്തിരുന്നൊരു മന്ത്രിസഭയാണ്. അത് തകിടം പറഞ്ഞു പോവുകയും പിന്നീട് ഇപ്പോൾ ഇന്ററിം ഗവൺമെന്റ് വന്ന ശേഷം ഇത്ര പെട്ടെന്ന് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും പെട്ടെന്നുണ്ടായതല്ലെന്നും ഇത് പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പദ്ധതിയാണെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇതിനു മുമ്പ് ഏതാണ്ട് ഒന്ന് രണ്ട് മാസം മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ശങ്കരാചാര്യന്മാരെല്ലാവരും കൂടിച്ചേർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിന്റെ പിന്നിൽ ചൈനയുടെ കാര്യമായ ശക്തി ഉണ്ട് എന്നൊരു കാര്യം അവർ അന്ന് നോട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ ഒരു സാങ്കത്യം ഉണ്ടെന്നാണ് ഞാനും കരുതുന്നത്. കേവലം ബംഗ്ലാദേശിന്റെ ആഭ്യന്തര പ്രശ്നമല്ല ഇത്. ഭാരതത്തിന്റെ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന രണ്ട് ശത്രു രാഷ്ട്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രങ്ങൾ. ബംഗ്ലാദേശിന് അങ്ങനെ ഒരു മുഖ്യ ഈ അടുത്ത കാലത്തൊക്കെ മാറ്റിയെടുത്തിരുന്നവർ, എങ്കിലും അത് വീണ്ടും ഈ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിൽ ചൈനയുടെ അവരുടെ നയതന്ത്രപരമായ വല്ല കയ്യുമുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ഏഷ്യൻ കൺട്രീസിന്റെ മൊത്തം നിയന്ത്രണത്തിൽ വരികയും ഈ ഭാരതത്തോട് ശത്രുപരമായ ഒരു ഫുട് ഹോൾഡ് ആവശ്യമായി വരികയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പലയിടത്തും അവർ അത്തരത്തിലുള്ള ഡീസ്റ്റെബിലൈസിങ് തന്ത്രങ്ങൾ ഗവൺമെന്റുകളെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതും കൂടി നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇസ്കോൺ എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ഭക്തി പ്രസ്ഥാനമാണ്. ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണ്. ഒരു പക്ഷേ അവർ വളരെയധികം മറ്റ് ഹിന്ദു സംഘടനകളെക്കാൾ മിഷണറി സ്വഭാവമുള്ള ഒരു സംഘടനയാണ്.
ഒരു പക്ഷേ ഇസ്ലാം ഭയക്കുന്നതും മിഷണറി സ്വഭാവമുള്ള സംഘടനകളെയാണ്. അപ്പോ എവിടെയാണെങ്കിലും ഇപ്പൊ നോക്കുക, പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ മൈനോറിറ്റീസിനെയും ഹിന്ദുക്കളെയും ആക്രമിക്കുന്നത് ഓർമ്മിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇവരുടെ ഹസ്നത്ത് അബ്ദുള്ള എന്ന് പറയുന്ന ഇവരുടെ സ്റ്റുഡന്റ് ലീഡർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട വാദം, ISKCON is acting as an agent of the Awami League, attempting to destabilize the country. രാജ്യത്തെ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ISKCON ശ്രമിക്കുന്നു, അവാമി ലീഗിന്റെ ഏജന്റ് ആയിട്ട് ISKCON പ്രവർത്തിക്കുന്നു എന്നാണ് അവരുടെ ആക്ഷേപം. അപ്പൊ നോക്കണം, എന്ത് മൃഷാപവാദവും എന്ത് നുണയും പറഞ്ഞിട്ട് ഒരു രാജ്യത്തെ മൈനോറിറ്റീസിനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്ലാം ഞാൻ എന്തുകൊണ്ടാണ് മതം പറയുന്നത്? ഇവിടെ ഒന്നും മനുഷ്യരല്ല തെറ്റുകാർ. ഇസ്ലാം എന്ന ആശയം തന്നെയാണ് ഇത്തരത്തിൽ മതന്യൂനപക്ഷങ്ങളോട്, ഇതര മതക്കാരോട്, വ്യത്യസ്തമായ ആരാധനാ സമ്പ്രദായങ്ങളും രീതികളും ഉള്ളവരോട് ഇത്രയധികം വിദ്വേഷം പുലർത്തുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അടിസ്ഥാന പ്രമാണങ്ങളെ പരമപ്രമാണമായി കാണുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് എന്ത് വിധേനയും ആ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കാൻ ഒരു വഴി ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ആരിഫ് നേരത്തെ പറഞ്ഞല്ലോ, കോടതികൾ ഒരു ആശ്വാസമാണ് ഇപ്പോൾ. അത് ശരിയാണ്, ഇപ്പോൾ മാത്രമാണ്. നോക്കിക്കോൾ, വരും ദിവസങ്ങളിൽ ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ കോടതികളുടെ കാര്യവും അല്ലെങ്കിൽ ജഡ്ജിന്റെ കാര്യമൊക്കെ തീരുമാനമാവും. ഇപ്പൊ ഞാൻ പറയാൻ കാരണം, ഈ കാട്ടാള സ്വഭാവം കാണിക്കുന്ന, അപ്പൊ ഞാൻ അവിടെ കണ്ടു ഒരു സ്കൂളിന്റെ മുൻപിൽ ഇസ്രായേലിന്റെയും ഇന്ത്യയുടെയും കൊടികൾ നിലത്ത് വരച്ചിട്ട് അതിൽ ചവിട്ടിക്കൊണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് കയറി പോകണമെന്നാണ് ബാംഗ്ലാദേശിൽ. ഞാൻ കണ്ടിരിക്കും അങ്ങ് ഒരു പക്ഷേ അത്. അപ്പൊ ഈ ഇന്ററിം ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യയെയും ഇസ്രായേലിനെയും ഇങ്ങനെ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട സൂചന ഇതര മതസ്ഥരോടുള്ള വെറുപ്പ്, അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമായി നിൽക്കുന്ന ഭാരതത്തോടുള്ള വെറുപ്പ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കൊള്ളരുതായ്മകളെ നേരിട്ട് ആക്രമിക്കുന്ന ഹമാസിനെ എതിർക്കുന്ന ഇസ്രായേലിനോടുള്ള എതിർപ്പൊക്കെ കാണിക്കുന്ന എന്താണ്? ഭാരതത്തിനകത്തുള്ള സുഡാപ്പി കുഞ്ഞുങ്ങളുടെ തന്ത തന്നെയാണ് ബാംഗ്ലാദേശിലെയും തീവ്രവാദികളുടെ തന്ത. ആ തന്തയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. ലോകത്തെ ഏറ്റവും ആസൂത്രിതമായ ഭീകരാക്രമണങ്ങൾ നടത്താൻ ഉള്ള ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ്. കേരളത്തിലും അതിന് വളരെ അധികം സ്വാധീനമുണ്ട്. തിരഞ്ഞെടുപ്പിലൊക്കെ നിർണായക ശക്തിയാവാനുള്ള സ്വാധീനം അവർ നേടിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, ബാംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രം എന്നത് മാത്രമല്ല, എല്ലാ രാഷ്ട്രങ്ങളിലും അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ടെറർ സെൽസിന്റെ പേരാണ് ബാംഗ്ലാദേശ് എന്ന് ഇപ്പൊ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, മുമ്പ് നമ്മുടെ ചർച്ചകളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയം വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഇവർ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തുള്ള ഫണ്ടിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു പാകിസ്ഥാനെന്നോ മറ്റോ പറയുമ്പോൾ ഇതിലൊക്കെ എത്രയോ അപ്പുറത്ത്, ഈവൻ ഇൻക്ലൂഡിങ് ചൈന ഇവർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടോ സംശയിക്കേണ്ടിയിരിക്കും. കാരണം നമ്മുടെ ശങ്കരാചാര്യന്മാർ അവരുടെ മീറ്റിംഗിൽ പറഞ്ഞതാണ്. കാരണം ഈ ബാംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഇങ്ങനെ ആക്കാം, അവിടെ നോക്കൂ 8% താഴെ ഉള്ളൂ ഇപ്പോ, എന്ന് വെച്ചാൽ കൊന്നു തീർക്കുകയാണ്. എന്നിട്ട് അതേ ജമാഅത്തെ ഇസ്ലാമിക് ഭാരതത്തിൽ മതേതരത്വത്തിന് വേണ്ടി ബാറ്റ് ചെയ്യാണ്. അപ്പൊ പല മുഖങ്ങൾ എടുക്കുന്ന ഒരു രാക്ഷസനെ പോലെ പല ഫാസറ്റ്സ് ഉള്ള ഒരു ടെറർ ഓർഗനൈസേഷൻ ആണ്, അതിന്റെ ബ്രെയിൻ ആണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഞാൻ പറയാറുണ്ട്, എപ്പോഴും നമ്മുടെ വിജനമായ ഫാക്ടറികളിൽ, കഞ്ചിക്കോടും മറ്റു ഫാക്ടറികളിൽ, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന വലിയ ശാലകളിൽ, അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്നുണ്ട്. ഈ അതിഥി തൊഴിലാളികളിൽ പലരുടെയും ശരീരം നോക്കിയാൽ, നമ്മളവിടെ ബോഡി ടൈപ്പ് നോക്കിയാൽ, ബംഗാളിയുടെ ബോഡി അല്ല ബംഗ്ലാദേശിയുടെ, കിഴക്കൻ ബംഗാളിയുടെ ശരീരവും മുഖവും വ്യത്യസ്തമാണ്. മുഖത്ത് രോമ വളർച്ച കുറവായിരിക്കും, ഉയരം കുറവായിരിക്കും. പക്ഷെ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് അറുത്ത് കൊല്ലാനുള്ള മാനസികാവസ്ഥയുള്ള ടെറർ മൈൻഡ് ഉള്ള ഒരു വർഗം തന്നെയാണ് അവിടെയുള്ള ഇപ്പൊ ഈ പറഞ്ഞ ഹസ്നത്ത് അബ്ദുള്ളയെ പോലുള്ള ആളുകളുടെ പിന്മുറക്കാർ, അല്ലെങ്കിൽ അവരുടെ മുൻഗാമികൾ. അപ്പൊ അവരെയൊക്കെ നമ്മുടെ കേരളത്തിനകത്ത് ഇഷ്ടംപോലെ പ്രതീക്ഷിക്കണം. ഞാൻ പറഞ്ഞത്, കേവലം ബൈ ദ ബാൻ ഓഫ് പോപ്പുലർ ഫ്രണ്ട് ദ പ്രോബ്ലം ഡസ് നോട്ട് എൻഡ്. അതായത് ഇങ്ങനത്തെ ആളുകൾക്ക് കേരളത്തിൽ ആധാർ കാർഡ് കൊടുത്ത്, റേഷൻ കാർഡ് കൊടുത്ത്, വോട്ടർ ഐ ഡി കൊടുത്ത്, ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. നമ്മളത് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതുമാണ്. വ്യാജ ആധാർ കാർഡ് എല്ലാം ബംഗ്ലാദേശികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതെ, സംശയമില്ല. അതാ പറഞ്ഞത്, ബംഗാളി എന്ന് നമ്മൾ വിളിക്കുന്നവൻ പലരും ബംഗ്ലാദേശിയാണ്. അവരെന്തുകൊണ്ട് സൈലന്റ് ആയിരിക്കുന്നു? അൺടിൽ അവർക്കൊരു വിസിൽ വരും, ആ സമയത്ത് ഇവർ വ്യാപകമായ അക്രമം അഴിച്ചുവിടുമെന്ന് തന്നെ ചിന്തിക്കുകയും അത് പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇവർ ഉടനെ പറയും, നിങ്ങൾ വർഗീയത പറയുകയാണെന്ന് പറയും. വർഗീയതയല്ല. നമ്മൾ പാണക്കാട് കുറച്ച് കോഴി ബിരിയാണി ഉണ്ടാക്കി കൊടുത്താൽ അത് നക്കാൻ പോകുന്ന നായ്ക്കൾ വേറെ കാണും. ഞാനൊന്നും ആ വർഗത്തിൽപ്പെട്ട ആളല്ലല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ച് കോഴി ബിരിയാണി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് കുത്തിയിരുന്ന് തിന്നിട്ട് മതേതരത്വം വിളമ്പാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. 1921 മുതലുള്ള അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. 1921 മുതലെങ്കിലും ഉള്ള കേരളത്തിന്റെ അനുഭവം എന്താണ്?
അത്യന്തം അപകടകരമായ മത ആക്രമണം, അതിനാണ് ഗസ്വ എന്ന് പറയുന്നത്. ഇന്നൊരു രാഷ്ട്രീയ നേതാവ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അങ്ങ് ശ്രദ്ധിച്ചു കാണും. ഗാസിയുടെ വീട്ടിൽ കല്യാണത്തിന് പോയ പോസ്റ്റ് കണ്ടിരിക്കും അങ്ങ്. ഈ ഖാസി എന്ന പദവി എങ്ങനെ ഉണ്ടായതാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഉത്തരവുണ്ടോ? ഇസ്ലാമിനെ സംബന്ധിച്ച് ഗസ്വകൾ, അതായത് മിന്നലാക്രമണങ്ങൾ നടത്തി മൈനോറിറ്റീസിന്റെ, അതായത് അവിടെയുള്ള അവിശ്വാസികളുടെ, ഇസ്ലാം ഇതര വിശ്വാസികളുടെ ഇടയിൽ ഗസ്വ നടത്തിയിട്ട് ആ നാട് പിടിച്ചെടുത്ത് നേതാവാവുന്നതാണ് ഗാസി. ആ പദം തന്നെ ഗസ്വ നടത്തുന്നതിനുള്ള പദമാണ്. അങ്ങനെ ഒരാളുടെ വീട്ടിൽ പോയിരുന്നത് ഇത് മതേതരത്വത്തിന്റെ ബിരിയാണിയാണെന്ന് പറയുമ്പോൾ ചില്ലറ ഉളുപ്പുകേടൊന്നും പോരെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരം നേതാക്കന്മാർ അവിടെയും കാണാം, ബംഗ്ലാദേശിലും. അതായത് ചിന്മയ് കൃഷ്ണദാസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു? അയാൾ വളരെ ശക്തമായിട്ട് 8 പോയിന്റുകൾ ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചു. അതിൽ ഒന്നാമത്തേത്, മൈനോറിറ്റീസിനെ ഈ പെർസിക്യൂഷൻ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായി മൈനോറിറ്റി ട്രൈബ്യൂണൽ വേണം. 2, അവിടെ ഒരു മൈനോറിറ്റി മിനിസ്ട്രി പോലും ഇല്ല ആക്റ്റീവായിട്ടുള്ള, അതിൽ ഒരു മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ 8 പോയിന്റുകൾ അതിശക്തമായി സ്ഥിരമായി വാദിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇസ്കോണിനെ പുറത്താക്കി. പക്ഷെ ഇസ്കോണിന്റെ പേരിലാണ് ആൾ അറിയപ്പെടുന്നത്. വൈഷ്ണവ സന്യാസിയാണ്. ഗൗഡീയ വൈഷ്ണവ സന്യാസിയായ ചിന്മയ് കൃഷ്ണദാസിനുള്ള ദേഷ്യം, അയാൾ കൃത്യമായി ഹിന്ദുക്കൾക്ക് എന്ത് അവകാശമാണ് വേണ്ടതെന്നുള്ള രീതിയിൽ പോരാടി. അതാണ് സത്യം പറഞ്ഞാൽ ഇയാളെ അവാമി ലീഗിന്റെ ആളാക്കി മാറ്റിക്കൊണ്ട്, അതായത് ഒരു മൃഷാപവാദം, ഒട്ടും സത്യമല്ലാത്തൊരു ആരോപണം ഉന്നയിച്ച് പോലും. ഇപ്പൊ ഞാൻ അതിന് എന്റെ ഓർമ്മയിൽ വരുന്നൊരു ഉദാഹരണം, 2020 നമ്മുടെ കൊറോണ കാലത്ത് മഹാരാഷ്ട്രയുടെ ബോർഡർ, ഗുജറാത്ത് ബോർഡർ പാൽഘർ എന്ന സ്ഥലത്ത് ജൂന അഖാഡയിലെ 2 സാധു വൃദ്ധ സന്യാസിമാരെ അടിച്ചടിച്ച് കൊന്നിരുന്നു. ക്രിസ്ത്യൻ ഭീകരവാദികളാണ് അത് ചെയ്തതെന്നാണ് അന്ന് അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്. അതിന് അവര് ഈ കൊല്ലാൻ കാരണം ഈ സന്യാസിമാർ ഇവിടെ ഹിന്ദുമതം പ്രചരിപ്പിക്കാൻ വന്നവരാണെന്നൊരു ന്യൂസ് അവർക്ക് കിട്ടിയപ്പോ അവരെന്ത് ചെയ്തു? കൊച്ചു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സന്യാസിമാരാണിതെന്ന് അവരുടെ നാട്ടുകാരോട് പറഞ്ഞ് ധരിപ്പിച്ചു, കള്ളത്തരം പറഞ്ഞ് ധരിപ്പിച്ചു. നോക്കണം എത്ര നിഷ്കളങ്കനായ ആ സന്യാസിയെ ഇവർ കൊച്ചു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വന്നവരാണെന്ന് പറഞ്ഞിട്ട് പോലീസ് പോലും കൈകെട്ടി. ഭാരതത്തിനകത്താണ്, ബംഗ്ലാദേശിലല്ല, ഭാരതത്തിനകത്ത് പാൽഘറിൽ, മഹാരാഷ്ട്രയുടെ ബോർഡറിൽ ആ സന്യാസിമാരെ ആ രാത്രിയിൽ 60-70 വയസ്സുള്ള സന്യാസിമാരെ അടിച്ചടിച്ചു കൊന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ അവസ്ഥ ഇതാണ്. ബാംഗ്ലാദേശിലെ ചിന്മയ് കൃഷ്ണദാസിന്റെ അവസ്ഥ എന്തായിരിക്കും? ചിന്മയ് കൃഷ്ണദാസിനെ അവര് നോൺ വെജ് തീറ്റിക്കാൻ പോലും സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഈ തരത്തിൽ യാതൊരു ധർമ്മബോധവും ഇല്ല എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമാണ്. അവർ മതേതരത്വം പറയും, ബിരിയാണി വിളമ്പും, ഏത് വരെ? നമ്മൾ അവരുടെ കീഴിലാവുന്നത് വരെ. ഇത് ലോകം മുഴുവൻ ചരിത്ര സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ ഈ പർട്ടിക്കുലർ ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി മാത്രം പറയുന്നില്ല, ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാനോ അനിൽ നമ്പ്യാരോ അല്ലെങ്കിൽ മറ്റൊരാളോ ഒരിക്കലും സേഫ് അല്ല. എന്തുകൊണ്ടല്ല? ഈ ഭാരതത്തിനകത്ത് പോലും ഈ നമ്മുടെ മോദിജി ഭരിക്കുന്ന കാലത്താണ് നടന്നത്. 2020 ഈ 2 സന്യാസിമാരെ ഈസി ആയിട്ട് അടിച്ചു കൊല്ലാം. അതിന് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ മതി, പെണ്ണുപിടിയനാണെന്നോ അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതാണെന്നോ ഗ്രാമീണരുടെ ഇടയിൽ പ്രചരിപ്പിച്ചാൽ മതിയല്ലോ. ഇതേ തന്ത്രമാണ് ചിന്മയ് കൃഷ്ണദാസിനെതിരെ എടുത്തത്. അദ്ദേഹത്തിന്റെ വക്കീൽ പോലും കൊല്ലപ്പെട്ടു. നോക്കണം, ഒരു നിയമ സഹായം പോലും അദ്ദേഹത്തിന് ലഭ്യമാവാതിരിക്കാൻ ഭീകരവാദികൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഈ ഭീകരവാദികളിൽ നിന്നാണോ കോടതിയുടെ അലിവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നാളെ നോക്കിക്കോളൂ, ശ്രീലങ്കയിലെ പോലെ കോടതിക്കകത്ത് ഒരു കയറിയിട്ട് മൊല്ലാക്കന്മാര് കാലും കെട്ടിച്ച് ആ നീതിന്യായ പീഠത്തിൽ കയറിയിരിക്കും. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാൻ താലിബാൻ ഭരണം പിടിച്ചെടുത്തപ്പോ AK-47 തോക്കുമായിട്ട് കാക്കാമാര് കയറിയിട്ട് ആ കസേരയിൽ കുത്തിയിരിക്കും നമ്മൾ കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ എഡ്യൂക്കേഷനോ ഹ്യൂമൻ റൈറ്റ്സിനോ അല്ലെങ്കിൽ സോഫ്റ്റ് ഫീലിങ്സിനോ ഇമോഷൻസിനോ ഒരു മാനവും കൊടുക്കാത്ത ഒരു രാക്ഷസ വർഗം, അവരിൽ നിന്ന് ചിന്മയ് കൃഷ്ണദാസിന് നീതി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒരു ദുഃഖകരമായ വേദന പറയട്ടെ, ഈ ഭാരതത്തിന്റെ പ്രതികരണം വളരെ തണുത്തതാണ്. കാരണം ഇങ്ങനെ പോരാ. സത്യത്തിൽ അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനുള്ള അത്രയും ഭീകരമായ അവസ്ഥ അവിടുത്തെ ഹിന്ദുക്കൾ അനുദിനം നേരിടുകയാണ്. സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുകയാണ്, തലകീഴെ കെട്ടിത്തൂക്കി അടിച്ചു കൊല്ലുകയാണ്. അത് കണ്ടു നിൽക്കുകയാണ് ഈ ഗ്രാമീണവാസികൾ. ആലോചിച്ച് നോക്കണം, ഗ്രാമവാസികൾ. ഇത് നിരന്തരം അവിടെ നടക്കുന്നു. പല വാർത്തകളും പുറത്തു വരുന്നില്ല. ഇത് കൽക്കത്തയിൽ അങ്ങേക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, 2021 നമ്മുടെ ഈ ലോക്സഭ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഇവര് നമ്മുടെ മമത ബീഗം അവരുടെ നേതൃത്വത്തില് അവിടെ കൽക്കത്തയിലുള്ള BJP-യുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകരുടെയും സാധാരണ ഹിന്ദുക്കളുടെയും 160ഓളം വീടുകൾ ആക്രമിച്ചു. ആക്രമിച്ചിട്ട് അതിൽ 120ഓളം വീടുകൾ കത്തിച്ചു. 60 പേര് കൊല്ലപ്പെട്ടു.
അവർ പലരും പലായനം ചെയ്ത് ഇപ്പോഴും ഡൽഹിയിലും മറ്റും താമസിക്കുകയാണ്. അവർ തിരിച്ചിതുവരെ പോകാനായിട്ടില്ല. നമ്മുടെ രാജ്യത്തിനകത്താണ്. അപ്പൊ കൽക്കത്തയിൽ ഇത്തരത്തിൽ ആരാണ് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്? ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് ഒരു ട്രയറ്റ് സൃഷ്ടിക്കുക, അതിനുള്ളിൽ കൂടെ മതപരമായ അവരുടെ വിദ്വേഷം തീർക്കുക എന്നുള്ളത് ഇവരുടെ പണ്ടേയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രീതിയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഹിന്ദു സംഘടനകൾ മിക്കതും ഗാന്ധിസത്തിന്റെ പിന്നാലെ പോവുകയും ഗാന്ധിയൻ ലൈൻ സ്വീകരിക്കുകയും ചെയ്തത് ഇവർക്ക് വലിയ അനുഗ്രഹമായി. അതുകൊണ്ടല്ലേ എങ്ങനെയാണ് ഒരു ഐഡിയോളജിക്കൽ ട്രെയിനിങ് ഇല്ലാതെ ഒരാൾ പാർട്ടിക്കകത്തേക്ക് വരുന്നത് എത്ര വലിയ അപകടമാണെന്ന് സന്ദീപ് വാര്യർ കാണിച്ചിരുന്നു. ഐഡിയോളജിക്കലി ഹിന്ദുധർമ്മത്തോടോ ഐഡിയോളജിക്കലി രാഷ്ട്രത്തോടോ അതിന്റെ ഉറച്ച ബോധമില്ലാത്ത ഒരാളെ പാർട്ടിയിലേക്ക് എടുക്കുമ്പോൾ, അയാൾ പാർട്ടിയിൽ സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ, നാളെ അയാൾ വിചാരിക്കുന്ന സ്വന്തം പാളയത്തിൽ പോയി തിരിച്ചു കൊത്തില്ല എന്ന് എന്തുറപ്പുണ്ട്? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഐഡിയോളജിക്കലി വളരെയധികം ലൂസായി കഴിഞ്ഞു. ഇത് ശരിയാവില്ല. കൽക്കത്തയിൽ പോലും ബംഗ്ലാദേശികൾ കടന്നിട്ടാണ് ആക്രമണം നടത്തിയത്. ബാംഗ്ലാദേശി ഭീകരവാദികളാണ് കൽക്കത്തയിൽ പോലും ആക്രമണം നടത്തിയത്. ഇത് നമ്മുടെ രാജ്യത്തിനകത്തും കേരളത്തിലും എല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അപ്പുറത്ത്, അതായത് കൽക്കത്തയിൽ അന്ന് 2021 നടന്നതിന്റെ 100 ഇരട്ടിയാണ് ഇപ്പോൾ അനുദിനം ബാംഗ്ലാദേശിൽ നടക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഹിന്ദു വംശീയ ഹത്യക്കുള്ള ഏറ്റവും ഒടുവിലത്തെ കാരണമായി തീരും. യെസ്, ശ്രീമതി നുസ്രത്ത് ജഹാൻ നേരത്തെ പറഞ്ഞു വെച്ചത് പൂർത്തിയാക്കാം. ഓക്കെ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഹരേ കൃഷ്ണ, അതൊന്ന് തുടങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ അതാണ് ആ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാമ രാമ ഹരേ ഹരേ. ഈ ഒരു ശ്ലോകം തുടങ്ങി ഇസ്കോൺകാര് ഈ ലോകത്തിനോട് പ്രചരിപ്പിക്കുന്നതാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. കാരണം ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലുള്ള ഭാരതത്തിൽ നിന്ന് ഇതുപോലുള്ള ഒരു സംഗതി ലോകത്തിന്റെ നാനാഭാഗത്തേക്ക്. ഇസ്കോൺ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അമേരിക്ക UK ഒക്കെ ചെന്ന് കണ്ടാലല്ല അവരുടെ ടെമ്പിൾസ് ഒക്കെ കുറെ ബന്ധങ്ങളുണ്ട്, കുറെ ഇസ്കോൺ സ്വാമിമാരൊക്കെ ആയിട്ട് ഇവിടെ വൃന്ദാവനില്. നാളെ ലോകം മുഴുവൻ ഇസ്കോൺ ഇതിനെതിരെ സമാധാനത്തിന് വേണ്ടിയിട്ട് ആ പ്രാർത്ഥന എന്താ അറിയോ? എല്ലാവർക്കും അതിന്റെ ഇത് അയച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ പറയുമ്പോ ഇതാണ് ഭാരതം പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാക്കാത്ത ജനങ്ങളാണ് എന്നും ഞാൻ പറയണ പോലെ. കാരണം ഭാരതീയനാണ് നമ്മുടെ രാഷ്ട്രം. എന്താണ് രാഷ്ട്രത്തിലെ ഓരോരുത്തരും ഹിന്ദു ആണ്, നമ്മൾ ഹിന്ദുസ്ഥാനി എന്ന് തന്നെയാണ് നമ്മളെ ബാക്കിയുള്ള ഇസ്ലാമിസ്റ്റ് രാഷ്ട്രക്കാരൊക്കെ വിളിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെ അത് നമ്മളെ മക്കളെ പഠിപ്പിക്കാത്തടത്തോളം കാലം ഭാരതമാണ് ഇതിന് പേടിക്കേണ്ടത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരു മുന്നറിയിപ്പാ ബംഗ്ലാദേശ്. അതാ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രയും ഇപ്പൊ അവിടുത്തെ സ്ത്രീകളെ റേപ്പ് ചെയ്യണോ, അടിച്ചു കൊല്ലണോ, ഇതെല്ലാം നോട്ട് ഇവിടെ നമ്മൾ പുറത്തേക്ക് വരാത്ത കുറെ കാര്യങ്ങളുണ്ട്. അഫ്ഗാനിൽ സംഭവിച്ച പോലെ തന്നെയാണ് അതിന്റെ തുടക്കമാണ്. ഇതിൽ ബോർഡറിൽ വരെ ഇതിന്റെ പ്രശ്നങ്ങളുണ്ട്. അത് കവർ ചെയ്യാണ് വെസ്റ്റ് ബംഗാളിലെ. വെസ്റ്റ് ബംഗാളിൽ 1.5 കോടി ബംഗ്ലാദേശി ആൾക്കാരുണ്ട്. അവരിവിടെ സേഫാ, അവർക്ക് ഒരു പ്രശ്നവും. അവർക്ക് ആധാർ കാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് പറയും ഇവിടുത്തെ മൈനോറിറ്റീസ് സേഫ് അല്ല ഇന്ത്യയിലെ. നരേന്ദ്രമോദിക്കെതിരെ പറയും. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞാൽ എന്താ പറയാ, സംഖ്യയായി. ഭാരതത്തെ പറ്റി സംസാരിച്ചാൽ സംഖ്യയായി. ഭാരതത്തിലെ സാധു ജനങ്ങളെ പറ്റി സംസാരിച്ചാൽ സംഖ്യയായി, RSS ആയി. പറഞ്ഞോട്ടെ. അപ്പൊ ഈ കൃഷ്ണ ഒരു അവയർനെസ് എന്ന് പറയുന്ന ലോകത്തിൽ പ്രചരിപ്പിച്ചത് ഹിന്ദുയിസത്തിൽ ഞാൻ മനസ്സിലാക്കിയപ്പോ ഞാൻ കുറെ ബന്ധങ്ങൾ ഈ ടെമ്പിളുകളായിട്ടുള്ളതുകൊണ്ട് കൃഷ്ണ ടെമ്പിൾസ് എവിടെ നോക്കിയാലും ഇസ്കോണിന്റെ ആൾക്കാരെ പോലെ ഇതിന് പ്രചാരം നൽകുന്നില്ല. കൃഷ്ണ തന്നെയാണ് ലോകാവസാനം വരെയുള്ള സ്നേഹവും പരിഗണനയും എല്ലാം തരുന്ന ഒരു അവതാരം, ദൈവത്തിന്റെ അവതാരം എന്നുള്ളതില് വന്ന് ആ ഒരു മെസ്സേജ് കൊടുത്ത് ഇവർ പോകുന്നതു. പിന്നെ ലക്ഷക്കണക്കിന് ഭഗവത്ഗീതയാണ് നമ്മുടെ സിറ്റികളിൽ വിറ്റൊഴിയുന്നത്. അതറിയോ? അതാരാ ചെയ്യണേ? ഇസ്കോൺ. അത് ഞാൻ എപ്പോഴും പറയില്ല, ആ ഒരു ഭാരതത്തില് ഇപ്പൊ ഖുർആൻ ഇല്ലാത്ത മുസ്ലിം വീടുണ്ടാവില്ല, ബൈബിൾ ഇല്ലാത്ത ക്രിസ്ത്യാനി വീടുണ്ടാവില്ല. പക്ഷെ ഭഗവത്ഗീത ഉള്ള എത്ര ഹിന്ദു വീടുകൾ ഉണ്ട് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കാണില്ല. പക്ഷെ ഇസ്കോൺ ഇസ് ഡൂയിങ് ദാറ്റ്. ഒരു കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഇതിലേക്ക് വരുന്ന ആരെയും നിർബന്ധിച്ച് അവർ മതം മാറ്റിക്കോ, നിങ്ങൾ ഇത് വന്ന് വിൽക്കോ, നമ്മളോടൊന്നും അവർ പറയാറില്ല. നമ്മൾ പോകുമ്പോ നമ്മളെ കാണുമ്പോ ഗിഫ്റ്റ് തരൂ, ഹരേ കൃഷ്ണ മന്ത്രം നമ്മളോട് പറയും. അത്ര പറഞ്ഞാൽ ചിരിച്ചോണ്ട്
ഹരേ കൃഷ്ണ അല്ലെ രാധേ രാധേ, ഈ ഒരു സ്വഭാവം മാത്രമേ അവര് പറയാറുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ കുട്ടികളുടെ ഇടയിലാവുമ്പോൾ നമ്മൾ കാണും. അപ്പൊ ഇത് ഓരോരുത്തരും വാങ്ങുക, ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുണ്ട്. അപ്പൊ ഈ ഭഗവത്ഗീത ഓരോ വീടുകളിൽ എത്തുമ്പോ, ഇതിപ്പോ ഭാരതത്തിൽ എത്ര എണ്ണി വെച്ചോ നിങ്ങള്, ഈ ബംഗ്ലാദേശിൽ നിന്ന് പടർന്ന് പന്തലിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. ഇപ്പൊ ഡൽഹി ഇലക്ഷൻ വരുമ്പോ ഇതിന്റെ കുറച്ചും കൂടി ചിത്രം നമുക്ക് കാണാൻ പറ്റും. കാരണം ഡൽഹിയിലുള്ളത് മുഴുവൻ ഈ പറഞ്ഞ പോലെ വോട്ടേഴ്സ് ഐ ഡി ക്രിയേറ്റ് ചെയ്ത ബംഗ്ലാദേശികൾ ഒത്തിരി ഉണ്ട് ഇവിടെ. അതിപ്പോ നമുക്ക് ബോഡി ലാംഗ്വേജിൽ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന ആൾക്കാരും ഈ ആൾക്കാരെയും തമ്മിലുള്ള. അപ്പൊ ആ ഒരു ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുള്ളതുകൊണ്ട് നമുക്കറിയാം ഇതൊക്കെ അതിന്റെ തുടക്കം. ഭാരതം എടുക്കുന്ന മെഷേഴ്സ് എത്രമാത്രമാണ് ഈ അവിടെ കിടക്കുന്ന മൈനോറിറ്റീസ്. കാരണം എത്ര % ഉണ്ടായിട്ട് അതിന്റെ 10-15% പോലും ഹിന്ദുക്കൾ ഇന്ന് ബംഗ്ലാദേശിലില്ല. അവരെവിടെ പോയി? ആ ഹിന്ദുക്കളെ മതം മാറ്റിയും ഒരാൾക്ക് ഇഷ്ടമുള്ള അതിപ്പോ 7% തോന്നുന്നു, 7 സംതിങ് ആണത്. അപ്പൊ ഈ ഹിന്ദുക്കൾക്കെല്ലാം എന്ത് പറ്റി? അപ്പൊ ഇവിടെ പറയുമ്പോൾ നേരെ ഉൾട്ടാ പറയും, ജാതി ഇതാണ്, ജാതി വേർതിരിച്ചു പറയണമെന്ന്. ഇസ്ലാമിനില്ല മൈനോറിറ്റി. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല മുസ്ലിമിന് പിന്നെ അവകാശങ്ങളും അവർക്ക് എല്ലാ പരിഗണനയും കിട്ടുന്നുള്ള. ഈ ഇസ്ലാമിസ്റ്റുകൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന്, ഒരു മുസ്ലിം സുഖമായി ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ പറ. അത് ഈ ലോകം പറയണം, അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നീ അത് പറയണോന്ന് എന്നോട് ചോദിക്കും. പക്ഷെ പറയണം, ഈ 56 രാജ്യങ്ങളിലും പ്രശ്നങ്ങളാ. അതിൽ ഈ ഗൾഫ് GCC കൺട്രീസ് ഒഴിച്ച് എല്ലാരും, കാരണം അവര് കുറച്ചും കൂടി ഹ്യൂമാനിറ്റീസിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. അവര് ഈ പറയുന്ന 384 വർഷങ്ങൾക്ക് ശേഷം എഴുതിയ, പ്രവാചകന് ശേഷം എഴുതിയ ഹദീസിനും ഫിത്തുവ ബുഖാരി എന്ന് പറഞ്ഞതിനെല്ലാം ഇത് കൊടുക്കുന്നത്. ഇവർ ഈ ഗ്രന്ഥം മുഴുവനും മാറ്റി മറിച്ച് അതിലേക്ക് അമെൻഡ് ചെയ്ത സാധനങ്ങളാ. എന്നിട്ട് പറയും ഇസ്ലാമിനെ തൊട്ട് കളിക്കരുത്, ഇസ്ലാം പറയരുത്. ഹദീസിന് അതാണല്ലോ നമ്മളെ ഇവിടുത്തെ ഇന്ത്യയിലെ ശരീഅത്ത് നിയമം. ശരീഅത്ത് നിയമത്തിനെ പറ്റി പറഞ്ഞാൽ ഇവരെന്താ ചെയ്യാൻ പോണേ? ഇവര് നമ്മളെ പിന്നാലെ വരും. അപ്പൊ ഇതന്നെയാണ് ഇവിടെ സംഭവിക്കുക. അപ്പൊ ഓരോ മനുഷ്യരും, മുസ്ലിങ്ങളും ഞാൻ പറയും, സ്റ്റുഡൻസ്, വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 354 വർഷങ്ങൾക്ക് ശേഷം എഴുതി വെച്ച ഹദീസുകൾ എടുത്തിട്ടാണ് മനുഷ്യരെ കൊല്ലണം, ഇങ്ങനെ ആക്കണം, പിന്നെ മുസ്ലിമിനോടെ മുണ്ടാൻ പാടുള്ളൂ, മുസ്ലിമിന് സലാം പറയാൻ പാടുള്ളൂ. ഈ അജണ്ടന്റെ ഭാഗല്ലേ? വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്ക് എങ്ങനെ വെൽഫെയർ പാർട്ടി, SDAPക്ക് അവരുടെ പാർട്ടിയൊക്കെ ഉണ്ടായി വോട്ട് ചെയ്യണം, അവര് സ്ഥാനാർത്ഥിനെ നിൽക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് 75-ല് ജമാഅത്ത് ഇസ്ലാമിന്റെ അമീറിനെ പിന്നെ ജയിലിൽ അടച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ന് ആ കോൺഗ്രസ് ആണ് ഇവർക്കെല്ലാം സംഗതികൾ ചെയ്തു കൊടുക്കുന്നത്. കോൺഗ്രസിനെ ആരാ സപ്പോർട്ട് ചെയ്യണത്? ഈ ജമാഅത്ത് ഇസ്ലാമിയും SDPI അല്ലേ? അപ്പൊ ഇത് പറയാൻ പാടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ സാധനം പറഞ്ഞിട്ട് എനിക്ക് കുറെ കോൾസ് വന്നു. നീ എന്തിനാ ജമാഅത്ത് ഇസ്ലാമിന്റെ അമീറിനെ ജയിലിൽ അടച്ചു പറഞ്ഞു? ഉള്ളതല്ലേ, ലോകം ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ കാണാം. ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ KC മൗലവി ഞങ്ങളെ നാട്ടുകാരനായിരുന്നു. അപ്പൊ എനിക്കറിയണ ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് നീ എന്തിനാ അത് പറഞ്ഞാൽ പോയാൽ നിന്നെ അവര് കൊല്ലുന്നു. ഇതാണ് ഇവരുടെ ഒരു നയം. അത് പറയാൻ പാടില്ല. ഖുർആനിലുള്ള സത്യങ്ങൾ പറയാൻ പാടില്ല. ഇത് ഇന്നതേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇവർ എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ ഇവരുടെ ഒരു അജണ്ട എന്ന് വെച്ചാല് 2047 ഇപ്പോ വഖഫ് അതിന്റെ വേറൊരു ഭാഗമാണ്. ബംഗ്ലാദേശിൽ ഇസ്കോണിനെ സൈഡ് ഓഫ് ചെയ്യണത് കാരണം ഹിന്ദുത്വ എന്നുള്ള ആ ഒരു ഫേസ് കൊണ്ടുവരുന്ന ഒരു ടീമാണ് ഇസ്കോൺ. അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭാരത സന്യാസിന്റെ ആ പരിവേഷവും ആ സ്നേഹവും കൃഷ്ണന്റെ എല്ലാ സ്വഭാവം അവരുണ്ടാവും. ചിരിക്കാതെ അവര് സംസാരിക്കേ നിൽക്കുക പോലും ചെയ്യൂല, ഒരു സ്മൈലിംഗ് ഫേസ് അല്ലാതെ. ആ ഒരു രീതിയിലുള്ള ഈ തത്വം പ്രചരിപ്പിക്കുന്നവരെ ഇല്ലാതാക്കുക. ഇന്നിപ്പോ കോടതി വിധി മാത്രം നമുക്ക് ആശ്വാസമായിട്ടുണ്ട് പറയുന്നത്, അത് ആശ്വാസമായിരിക്കില്ല ഉറപ്പായിട്ടും. ഹുസൈൻ പറഞ്ഞ പോലെ, ഡോക്ടർ ഹുസൈൻ അതേപോലെ ഇവിടെ വരുമ്പോ വഖഫ് പറഞ്ഞിട്ട് വരുമ്പോ വഖഫിന്റെ കാര്യങ്ങൾ വരുമ്പോ എന്താ ഉണ്ടാവുക? ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ എല്ലാം കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് അറ്റാക്ക് ചെയ്ത് എടുത്ത് നമ്മളുടേതാണ്, ഞങ്ങൾ തന്നെയാണ് ലാസ്റ്റ് ഇതിലുണ്ടാവുക. മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് എന്താ ഇസ്ലാമില് വിലയില്ലേന്നാണ് ഈ ഇസ്ലാമിസ്റ്റിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ജമാഅത്ത് ഇസ്ലാമി അവർക്ക് എവിടുന്ന് വോട്ട് ഉണ്ടായി? അവരെങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു? അവർക്കെങ്ങനെ അവരുടെ ഭാഗങ്ങളിൽ ഇവരെ കൂടെ ഇപ്പൊ മുസ്ലിം ലീഗ് കൂടുന്നു. ഇതന്നെ കേരളത്തിൽ ഇനി വരാൻ പോണ എന്താണ്? മുസ്ലിം ലീഗ് പകുതിയിലധികം പാണക്കാട് തങ്ങള് വരെ ജമാഅത്ത് ഇസ്ലാമി വഹാബിസം ഇതില് അടിമപ്പെട്ട് കഴിഞ്ഞു എന്ന് ഉറക്കെ പറയും. അപ്പൊ ഇതിനിപ്പൊ കോള് വരും എനിക്ക്. പക്ഷെ
അവർക്ക് ഫണ്ട് വരുന്നില്ല. പണ്ട് വിദേശത്ത് നിന്ന് ഫണ്ടുകൾ വരുന്നുണ്ടായിരുന്നു പാർട്ടി നടത്താന്. 10 കൊല്ലമായിട്ട് ഭരണമില്ല, ഫണ്ട് വരുന്നില്ല. അപ്പൊ SDPIനെ കൂട്ടുകിട്ടി നന്മ മരങ്ങൾ ഉണ്ടാക്കി ഫണ്ട് വരുത്തുന്ന രീതിയും നമ്മൾ കണ്ടു. പലർക്കും വേണ്ടി ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഫണ്ട് പിരിച്ചതിന്റെ രേഖകളൊക്കെ ഞാൻ കുറെ പുറത്ത് വിട്ടിട്ടുണ്ട്. പിന്നാലെ പോവാൻ സമയമില്ല, അതുകൊണ്ടാ. അപ്പൊ ഇതേപോലെ ഫണ്ടുകൾ കിട്ടാതിരിക്കുമ്പോ ഇവർക്കൊക്കെ ആകെ ആവശ്യം എന്താണ്? കസേര. അപ്പൊ ഇനി അത് ഇസ്ലാമിലൂടെ മാത്രമേ കിട്ടുന്നു. ലീഗ്, മുസ്ലിം ലീഗ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് സന്ദീപ് വാര്യരൊക്കെ പാണക്കാട് കൊണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേർന്നാൽ ഇവിടെ അല്ലേ വരണ്ടേ? ഡൽഹിയിൽ വന്ന് പിന്നെ പ്രിയങ്ക ഗാന്ധിനി, രാഹുൽ ഗാന്ധിനി അല്ല കാണണ്ടേ? പിറ്റേ ദിവസം പാണക്കാട് എത്തിയതിന്റെ മെസ്സേജ് എന്താ നമുക്ക് തന്നെ? ഇതാണ്, ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത്. ദിസ് ഇസ് എ മെസ്സേജ് ടു അസ്. ആ കേരളം ഭരിക്കുന്നിടത്താണ് അവരെ കാണിച്ചു തരുന്നത്. അപ്പൊ അത് അവര് ചെയ്യാൻ വേണ്ടി അവര് പോവും. അവരെല്ലാം സൂഫിസത്തിന് എല്ലാം മറന്ന് ഇവര് വഹാബികൾ കൈയടക്കിയ ഒരു മുസ്ലിം ലീഗായി മാറി. അല്ലെങ്കിലും ആണല്ലോ മുഹമ്മദ് അലി ജിന്നക്ക് വേണ്ടിയിട്ട് രാജ്യം വിഭജിച്ച് കൊടുത്തതിന് ശേഷം എന്തുകൊണ്ട് ഈ മുസ്ലിം ലീഗുകാർ മിണ്ടാണ്ടിരിക്കണു? ഇവിടെ 2047 ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാവുമെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുമ്പോ മുസ്ലിം ലീഗാണ് പറയണ്ടേ, ഇന്ത്യ നമുക്ക് വേണ്ടി വിഭജിച്ച് തന്നിട്ടുണ്ട് ഒരിക്കല്. ഇനി ഈ രാജ്യത്തെ വെട്ടിക്കീറാൻ സമ്മതിക്കൂല. നമ്മൾ ഇവിടുത്തെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തെ ജനങ്ങളാണ്, ഡെമോക്രസിയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് ഒരു മുസ്ലിം ലീഗിലെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയില്ല. അവരെ കൂടെ നിൽക്കുക. ജമാഅത്ത് ഇസ്ലാമിന്റെ 2047 പ്രധാനമന്ത്രിയായി പാണക്കാട്ടുന്ന സന്ദീപ് വാര്യരൊക്കെ കൂട്ടിയിട്ട് വരും കോട്ടയ്ക്ക്. അയാൾ പറഞ്ഞല്ലോ, പ്രിയങ്ക ഗാന്ധിയാണ് ഇന്ത്യയുടെ ആകെ ആശ്വാസം. കഴിഞ്ഞ ആഴ്ച വരെ പ്രിയങ്കനെ തെറി വിളിച്ച ആള്. ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇവരെയൊക്കെ മാറ്റാൻ പറ്റുന്നുള്ള ഭയങ്കര സംഭവം. അപ്പൊ എനിക്ക് മെസ്സേജ് വരും, സന്ദീപ് വാര്യർ വന്ന് പാണക്കാട്ടേക്കൊക്കെ വരണം, നിങ്ങളൊക്കെ അങ്ങോട്ട് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ എല്ലാരോടായിട്ട് പറയണു, പാണക്കാടും ഒക്കെ ഇല്ല അനിൽജി, പാണക്കാടും കോഴിക്കോടും മലപ്പുറവും എല്ലാ തങ്ങന്മാരെയും കണ്ടതിന് ശേഷം, എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാരെയും കണ്ടതിന് ശേഷം ഞാൻ എത്തിയൊരിടാണ് ഈ RSSന്റെ കൂട്ടായ്മയായ BJPയോട് സഹകരിച്ചു പോണ ഒരു പാർട്ടിയിലെത്തി ഞാൻ സ്വസ്ഥായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്ക് ഒരു പാണക്കാട് വേണ്ട, കോഴിക്കോടും വേണ്ട. ഹരേ കൃഷ്ണ എന്ന് തന്നെ എപ്പോ പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹം. ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട അറിയുന്നുണ്ടോ? അതുപോലെ ഒരു സന്യാസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. അവിടെ ഇസ്കോൺ എന്ന സംഘടനയെ നിരോധിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നു. കോടതി നിരാകരിച്ചു. പക്ഷേ ആചാര്യന്മാരെ ജയിലിലടക്കാനുള്ള ശ്രമം തുടരുകയാണ്. അഡ്വക്കേറ്റ് ബലദേവ്, ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം ഇവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഞാൻ കണ്ടില്ല. മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഒരു ശക്തമായിട്ടുള്ള പ്രസ്താവന, ഇതിനെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയൊന്നും കണ്ടില്ല. എന്തുകൊണ്ടാണത്, ആ മൗനം? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഈ ഏത് രീതിയിലും ഒരു രാജ്യത്തും ഒരു മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുമുള്ള അക്രമങ്ങൾ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ജനിച്ച മനുഷ്യർക്ക് എല്ലാവർക്കും സുഖമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാജ്യങ്ങളും ഉറപ്പു നൽകും. നമുക്കറിയാം, ലോക ജനസംഖ്യ ഈ 2024 ജൂലൈയിൽ 820 കോടിയാണ്. അതിൽ 31% വരുന്ന ക്രിസ്ത്യാനികൾ, അതായത് 250 കോടിയോളം വരും. 220 കോടിയോളം മുസ്ലിങ്ങൾ വരുന്നു. 120 കോടിയാണ് ഹിന്ദുക്കൾ. ഒരു ജാതിയും മതവും ഇല്ലാത്തവര് ഏകദേശം 150 കോടി കൂടെ ഉണ്ട്, ഒരു മതത്തിലും വിശ്വസിക്കാത്തവര്. പിന്നെ മറ്റ് പല ജാതിക്കാരാണ്. ഇപ്പൊ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രവും ഒരു മനുഷ്യരെയും, അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഉപദ്രവിക്കാൻ പാടില്ല. അതിനെനിക്ക് മാതൃകയായി തോന്നുന്നത്, ഇന്തോനേഷ്യ 28 കോടി ജനമാണ്. അവിടുത്തെ ജനസംഖ്യ 4ാം സ്ഥാനമാണ് ലോക ജനസംഖ്യ. അതിൽ 25 കോടി അവിടെ മുസ്ലിങ്ങളാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം. 2.5 കോടിക്കകത്ത് വരുന്ന ക്രിസ്ത്യൻസ് 50 ലക്ഷമാണ് അവിടെ ഹിന്ദുക്കളുള്ളത്. അത് ബാലിയിലാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ 1952 ഒരു വലിയ വർഗീയ സംഘർഷം ഉണ്ടായി, ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടായി. അതിനുശേഷം അവിടെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളോ വർഗീയ സംഘർഷങ്ങളോ കുറവാണ്. സംഘർഷങ്ങളില്ലാതില്ല, സംഘർഷങ്ങൾ കുറവാണ്. പക്ഷെ സുഹോർത്തോയ്ക്കെതിരെ 95 നടന്ന സംഘർഷത്തിന് ശേഷം 30 വർഷമായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 25 കോടി വരുന്ന ഇന്തോനേഷ്യയിൽ അവിടുത്തെ ന്യൂനപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ എതിരെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ മറ്റ് പല രാജ്യങ്ങളിലും ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ നമ്മൾ വളരെ രൂക്ഷമായിട്ട് കാണുന്നുണ്ട്, പല രാജ്യങ്ങളിലും കാണുന്നുണ്ട്. ഇവിടെ നേരത്തെ സർക്കാർ പറഞ്ഞതുപോലെ
മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതായത് മുസ്ലിങ്ങൾ മാത്രമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളായാലും ചില ഏഷ്യൻ രാജ്യങ്ങളായാലും, ഇവിടെ എല്ലാം തന്നെ വളരെ കൂടുതലായിട്ടുള്ള വർഗീയ സംഘർഷങ്ങൾ, ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷങ്ങൾ ലോകത്തിലുള്ളത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ലോക ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടായിട്ടുള്ളത് മുസ്ലിം രാജ്യങ്ങൾ തമ്മിലാണ്. വർഷങ്ങൾ നീണ്ടുന്ന യുദ്ധം. ഇറാൻ ഇറാഖ് യുദ്ധം 10 വർഷം നീണ്ടുന്ന യുദ്ധമാണ്. അതുപോലെ ചരിത്രം നമ്മൾ അങ്ങോട്ട് പരിശോധിച്ചാൽ ഒരുപാട് യുദ്ധങ്ങൾ, ഇപ്പോഴും അട്ടിമറികൾ ഏറ്റവും കൂടുതൽ നടക്കുന്നു പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം. അപ്പൊ ഇത് ഒന്നും തന്നെ സാധാരണ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ജനജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ല. അപ്പൊ ഒരു രീതിയിലുള്ള മതവർഗീയ സംഘർഷങ്ങൾ ഒരു ജനങ്ങളെയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതല്ല. അത് തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ, ഇപ്പൊ നമുക്കറിയാം ലോകമത സമ്മേളനം നടക്കുന്നു. സ്വാമി വിവേകാനന്ദൻ ആദ്യമായിട്ട് ഈ ആശയവുമായിട്ട് മുന്നോട്ട് വന്ന ആളാണ്. മതം ഏതായിരുന്നാൽ പോലും മനുഷ്യരെല്ലാം ഒന്നിച്ചു പോകണമെന്ന ഗുരുവിന്റെ ആശയങ്ങളൊക്കെ അതിന്റെ പിന്നിലാണ്. പക്ഷെ ഇതിനെല്ലാം വിരുദ്ധമായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ നടക്കുന്നത് വർഗീയ സംഘർഷങ്ങളാണ്. ഇപ്പൊ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്ന വാർത്ത അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഇസ്കോൺ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആയിട്ടാണ് ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞു. പക്ഷെ അവരവിടെ ചുമത്തിയിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തിന്റെ ജയിലിലടക്കാൻ ശ്രമിക്കുന്നു. അവിടെ സംഘർഷമുണ്ടാകും. നമുക്കറിയാം, നേരത്തെ ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് അവിടെ സംഘർഷമുണ്ടായി. അപ്പോൾ അവിടെ വളരെ ന്യൂനപക്ഷമാണ്. ഹിന്ദു എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ കുറിച്ച് വളരെ കുറഞ്ഞ ഒരു ജനസംഖ്യ മാത്രമാണ്. എന്നാൽ ലോക ജനസംഖ്യയിൽ 8ാം സ്ഥാനമാണെന്നത് ബംഗ്ലാദേശിനുള്ളത്, പാകിസ്ഥാൻ 5ാം സ്ഥാനം. കാര്യം അത്രയ്ക്ക് ജനസംഖ്യ ഉണ്ട് അവിടെ. അപ്പോൾ ഇതിനൊന്നും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനോട് നമ്മൾ ചേർത്ത് പറയുമ്പോൾ ഇവിടെ എനിക്ക് ഇപ്പൊ സംസാരിച്ച ശ്രീ നസത് ഖാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ്. ഖുറാനകത്ത് കുറെ അധികം കാര്യങ്ങൾ തെറ്റായി പറയുന്നുണ്ട്. അത് എല്ലാ പുരാണങ്ങളിലും ഉണ്ട്. ഖുറാനകത്ത് മാത്രമല്ല, നമ്മളിപ്പോഴും ചില അനാചാരങ്ങൾ ദുർഗാക്ഷേത്രത്തിലൊക്കെ പിന്നെ പല കുരുതി കൊടുത്ത് ആചരണം നടത്തുന്നു. അതൊക്കെ പലതിലുമുണ്ട്. പക്ഷെ ഇതിനകത്ത് നല്ല ഏത് കാര്യങ്ങളിൽ 16ാം നൂറ്റാണ്ടിൽ ജോൺ മിൽട്ടൺ അദ്ദേഹത്തിന്റെ ആരിയോപജറ്റിക്ക എന്നൊരു പുസ്തകം എഴുതിയായിരുന്നു. ആ ആരിയോപജറ്റിക്ക എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രൊമിസ്കസ് റീഡിംഗ് എന്നാണ്. ബ്രിട്ടൻ ഗവൺമെന്റ് ഇംപ്രിമാറ്റോ എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെയെന്ന് എഴുതിയാണ് ജോൺ മിൽട്ടന്റെ ആരിയോപജറ്റിക്ക. എല്ലാം നമ്മൾ വായിക്കണം, സമ്മിശ്രമായിട്ട് വായിക്കണം. എല്ലാത്തിനകത്തും തെറ്റുണ്ടാകും. ആ തെറ്റ് കളഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ ശരിഭാഗങ്ങൾ എടുക്കണം. തെറ്റിനെ മാത്രം നമ്മൾ ഉദ്ധരിച്ചു എന്ന് കഴിഞ്ഞാൽ തെറ്റ് നമ്മുടെ പുരാണങ്ങളിൽ ഒരുപാടില്ലേ, എല്ലാത്തിനകത്തും ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും പറയുന്നത് എന്താ, അല്ലെങ്കിൽ നല്ല ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു. നമുക്കറിയാം 6236 സൂക്തങ്ങളാണ് മെക്കൻ മദീന 86 28 എന്ന് പറയുന്ന 114 സൂറത്തുകളിലായിട്ട് ഖുറാനകത്തുള്ളത്. അതിനകത്ത് എത്രയോ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ബനി ഇസ്രായേൽ 72ാം വാചകം, ഈ ലോകത്ത് അന്ധനായിരിക്കുന്നവൻ പരലോകത്തും അന്ധനായിരിക്കും. അൽമായിദ 32ാം സൂക്തം, ഒരാളെ കൊല്ലുമെന്നാൽ ലോകത്തുള്ള എല്ലാവരെയും കൊല്ലുന്നതിന് തുല്യമാണ്. ഒരാളെ രക്ഷിച്ചാൽ മനുഷ്യരെ മൊത്തം രക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ പറയുന്ന ഖുറാനകത്ത് തന്നെ വാചകങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ശരിയാ, കൊല്ലണം, മുസ്ലിം മതം സ്വീകരിക്കാത്തവരെയൊക്കെ നശിപ്പിക്കണം, കൊന്നുകളയണം എന്ന് പറയുന്ന തെറ്റായ ഭാഗങ്ങളുണ്ട്. അതിനെ ഞാൻ അതോടൊപ്പം തന്നെ അംഗീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്രന്ഥം പരിപൂർണമായിട്ട് നമ്മൾ തള്ളിക്കളയുക എന്നുള്ളതല്ല. അവരുടെ വിശ്വാസങ്ങൾ അവരുടെ വഴിക്ക് പോട്ടെ. നമ്മൾ ഭാരതത്തിലായാലും നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മതേതരം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഭാരതം. പക്ഷെ അവിടെയും ഒരു ഒറ്റപ്പെട്ട സംഭവം. ഇവിടെ ഇപ്പൊ നമ്മൾ ഇസ്കോന്റെ കാര്യം പറഞ്ഞതല്ലാണ്, പ്രൊഫസറുടെ കാര്യം ഓർമ്മ വരുന്നില്ല. പ്രൊഫസർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വർഷങ്ങളോളം ജയിലിൽ കിടന്നു. അതൊരു മുസ്ലിം പ്രൊഫസറാണ്. അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തതാണത്. വിട്ടിരുന്നു. പക്ഷേ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷെ പുറത്ത് വന്ന് 2 മാസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. കുറച്ചാളെ സംഭവം നടന്നിട്ട് അദ്ദേഹത്തിന് നേരെ ചുമത്തിയിരുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. ഒടുവിൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഒരു രാജ്യത്തും ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. മതത്തിന്റെ പേരിൽ ഇത് കള്ളക്കേസാണോ അവർ നമുക്ക് പുറകോട്ടുള്ള അറിവ്, പിന്നെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പുറത്തുവിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിന്റെ രന്തിർ ജയ്സാളാണെന്ന് തോന്നുന്നു, നമ്മുടെ വക്താവ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്ത് ചുമത്തിയെന്നാണ് പറയുന്നത്. മറ്റു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നു. അപ്പൊ 2 വശമാണ് ഇതിനകത്തുള്ളത്. ഇത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണോ, അതോ യഥാർത്ഥത്തിൽ ഇസ്കോൺ എന്ന് പറയുന്ന സംഘടന നടത്തിയ അവിടുത്തെ മറ്റു ഇതിലുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളാണോ, അതോ മതപരമായ പ്രവർത്തനമാണോ? ബംഗ്ലാദേശിന്റെ പതാകയോട് അനാദരവ് കാണിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും നമുക്കാർക്കും അനുമാനങ്ങൾ തന്നെയാണ്. അവിടുത്തെ പ്രസ് ഏജൻസികൾ പുറത്തുവിടുന്നതാണ് പ്രധാനമായിട്ട് പുറത്തേക്ക് വരുമെങ്കിൽ ഇസ്കോണിൽ ചിന്മയ് ആണെന്നോ അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവര് പറയുന്നത് പോലെ രാജ്യദ്രോഹ പ്രവർത്തനം ഏതെങ്കിലും ഇസ്കോൺ എന്ന ഇതിന്റെ മറവിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റുമാണ്.
ഒരു രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷാർഹമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ശരി ഏതാണെന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കി നമുക്ക് അതിനകത്ത് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല. ഓക്കെ, ഡോക്ടർ മോഹൻ വർഗീസ്, എന്തുകൊണ്ട് കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ പോകുന്നില്ല? ഇപ്പോൾ നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്കൊക്കെ എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു തണുപ്പൻ സമീപനം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണോ കരുതേണ്ടത്, അതോ വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു മൂവ് ഉണ്ടാകുമോ സമീപ ഭാവിയിലെങ്കിലും? ശ്രീ അനിൽ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടല്ല ഇങ്ങനൊരു വിഷയത്തെ നേരിടേണ്ടത്. അപ്പോൾ ഇന്ത്യയുടെ ഭരണകൂടം, പ്രത്യേകിച്ച് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം, അതിന് തലപ്പത്തുള്ള എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഒരു പൊതു മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും മത ന്യൂനപക്ഷങ്ങൾ അയൽ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ സർജിക്കൽ സ്ട്രൈക്ക്, ഇവിടെ ശ്രീ അനിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള സമയമായോ എന്ന് ചോദിച്ചാൽ അത് ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യില്ല. ഒന്ന്, മറ്റൊരു രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ഒരു സംഭവത്തെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരിക, അത് ഒരു ലോക മനസാക്ഷി ഉണരുക, അങ്ങനെ ബംഗ്ലാദേശിന് ഒരു മേൽ സമ്മർദ്ദം ചെലുത്തുക. ഇവിടെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ബംഗ്ലാദേശിൻ്റെ നിയന്ത്രണമാരുടെ കയ്യിൽ? ഇതാണ് ചോദ്യം. പ്രധാനമായും ഇവിടെ ഒരു ചൈന ഫാക്ടർ കടന്നു വരുന്നു. ഈ ഭരണമാറ്റത്തിന് പിന്നിൽ ചൈനയാണ്. ഇതെല്ലാം തന്നെ ഒരു സീരീസ് ഓഫ് ഈവൻസിൻ്റെ കൾമിനേഷനാണ് ചിന്മയ കൃഷ്ണദാസ് സ്വാമിയുടെ അറസ്റ്റും അതേ തുടർന്നുണ്ടായ കാര്യങ്ങളും. ഇതിനെ ഒന്ന് സെഗ്മെൻറ്റ് ചെയ്ത് നമ്മൾ നോക്കിയാൽ ഇവിടെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു ആഗ്രഹം, ബംഗ്ലാദേശത്തേക്കുള്ള ചില ദ്വീപ സമൂഹങ്ങളുടെ മേൽ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നാവികത്താവളം എന്ന ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നടക്കാതെ വന്നതുകൊണ്ട് അമേരിക്ക മൗനമായി CIA ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പ്രവർത്തനമുണ്ടായിരുന്നു ഈ ഭരണമാറ്റത്തിന് പിന്നിൽ. അത് ഒരു പക്ഷേ ചൈനയുടെ ഒരു സ്വാധീന വലയത്തിലേക്ക് ബംഗ്ലാദേശ് പൂർണ്ണമായി അമരും എന്ന അറിവ് അമേരിക്കയ്ക്ക് ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ഭരണമാറ്റം അവിടെ ഉണ്ടാകട്ടെ. ഭരണമാറ്റം ഉണ്ടായതിന് ശേഷം രംഗത്ത് വരുന്ന പുതിയ ഭരണകൂടം, അതാണ് ഇപ്പോഴത്തെ മുഹമ്മദ് യൂനിസിൻ്റെ ഭരണകൂടം. ആ ഭരണകൂടത്തെ മറയാക്കിക്കൊണ്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ചില ശക്തികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഒരു പരിധിവരെ ആ രാജ്യത്തെ ഒരു അഫ്ഗാൻ മോഡലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് മോഡലിലേക്ക് പൂർണ്ണമായും മതാധിഷ്ഠിത മാമൂലുകളുള്ള രാജ്യമായി മാറ്റുകയാണ്. ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടക്കാവുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് പൂർണ്ണമായി ബംഗ്ലാദേശിൻ്റെ മതനിരപേക്ഷ മുസ്ലിം മനസ്സിനെ പൂർണ്ണമായി റാഡിക്കലൈസ് ചെയ്യും എന്ന ബോധം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഒരു കായികമായി അല്ലെങ്കിൽ സൈനികമായി ഒരു ആക്രമണം ഇതിനൊരു പരിഹാരമല്ല. പിന്നീടുള്ളത് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തോട് റീസൺ ചെയ്യുക, അത് സൈനികമായി പ്രതികരിക്കും എന്ന ഒരു ഭീഷണി ഇപ്പോൾ പഴയ പോലൊന്നും ചിലവാകുന്ന ഒരു കാര്യമല്ല. കാരണം ബംഗ്ലാദേശ് ഒരു ട്രാൻസിഷണൽ സ്റ്റേജിലാണ്. മുഹമ്മദ് യൂനഫ് അവിടെ തുടരുമെന്ന് യാതൊരു സൂചനയുമില്ല. ഒരു ഇൻറ്റീരിയം ഗവൺമെൻറ്റിൻ്റെ തലപ്പത്താണ് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസ്. അതുകൊണ്ട് ഈ മറ്റ് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലോബൽ ഒന്നാമത്തെ ലെവലാണ് ബംഗ്ലാദേശിനോട് നേരിട്ട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. 2, ലോക മനസാക്ഷി ഉണരുന്നതിനുള്ള നീക്കങ്ങളാണ്. സാവകാശമാണ്, ശരി, സമ്മതിച്ചു. ഭാരതം വളരെ സാവകാശമാണ്, ഓരോ ചുവടും സാവകാശമാണ്. ഇത് ഇന്ത്യക്കെതിരെയുള്ള ഒരു ഇൻ്റർനാഷണൽ പ്രോപ്പഗാൻഡയ്ക്ക് വേണ്ടി ഇസ്ലാമിക ലോകം ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അവിടെ ഇന്ത്യക്കെതിരെ ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങൾ ഈ വിഷയം പറഞ്ഞുകൊണ്ട് അത് തിരിയാനുള്ളൊരു സാധ്യത പ്രീഎംപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യേണ്ടതുണ്ട് കാര്യത്തിൽ. അതുകൊണ്ടാണ് ഒരു സാവകാശമുള്ള പോക്കാണ്. പക്ഷേ അനൗപചാരിക തലത്തിൽ, ഇത് ഞാൻ ഈ പറയുന്നതെല്ലാം ഈ ഔപചാരിക തലത്തിൽ, അനൗപചാരിക തലത്തിൽ അതിശക്തമായ
നയതന്ത്ര സമ്മർദ്ദം എംബസിയിലൂടെ ചെലുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് വൈകി വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് ബംഗ്ലാദേശിന് അങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ ഇല്ല. കാരണം ഭാരതവുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ട്രേഡ് എന്ന് പറയുന്നത് ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള ട്രേഡ് എക്കാലത്തെ ഉയർന്ന നിലയിലാണ്. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും അധികം ട്രേഡ് ഇവിടുത്തെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ഇന്ത്യയാണ്. ഈ ദക്ഷിണേഷ്യയിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ബംഗ്ലാദേശാണ്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ബംഗ്ലാദേശിൻ്റെ ഇക്കോണമിയെ താങ്ങി നിർത്തണമെങ്കിൽ അവിടെ സമാധാനമുണ്ടാകണം, ഭാരതത്തിന് സഹായമുണ്ടാകണം, ഇൻഫ്രാസ്ട്രക്ചർ മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യയുടെ സഹായമുണ്ടാകണം. ഏത് രീതിയിൽ നോക്കിയാലും ഇന്ത്യയാൽ ചുറ്റപ്പെട്ട ബംഗ്ലാദേശ്, അവിടെ ചൈനയൊന്നും വന്ന് സഹായിക്കുമെന്ന് വിചാരിക്കാനാവില്ല. അതുകൊണ്ട് ചൈനയെ നമ്പി നിന്നാൽ ബംഗ്ലാദേശിന് ഒരു പരിധിവരെ ചിറ്റഗോങ് തുറമുഖത്തിന് വേണ്ടി ചില സഹായമൊക്കെ ചെയ്യും. പക്ഷേ അറ്റ കൈ കുപ്പിടാത്തവരാണ് ചൈനക്കാർ. ഷൈലോക്കിൻ്റെ പോലെയാണ്. ഈ ദേ വിൽ എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ്. എവിടെയെല്ലാം ലോൺ കൊടുത്തിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ ഡെറ്റ് ട്രാപ്പിലായി, കടക്കണിയിലായ രാജ്യങ്ങൾ. പാകിസ്ഥാൻ അനുഭവം, ശ്രീലങ്കയുടെ അനുഭവം എല്ലാം ഉണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശിനെ പൂർണ്ണ പരാജിത രാജ്യമായി മാറ്റിയെടുക്കുന്ന രീതിയിൽ ചൈനീസ് സഹായം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായി ചൈനീസ് പക്ഷത്തേക്ക് നീങ്ങിയാൽ അത് അപകടകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഭാരതം പൂർണ്ണമായി ബംഗ്ലാദേശിനെ പിണക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പാലം പുതിയ സർക്കാരുമായി ഒരു നെഗോഷിയേറ്റിംഗ് ടേംസ് നിലനിർത്തണമെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ളൊരു കാര്യം നടന്നാൽ പൂർണ്ണമായി ബംഗ്ലാദേശിൻ്റെ ജനത ഭാരതത്തിനെതിരെയുള്ള തിരിയും. ഇപ്പോഴങ്ങനെയല്ല, ഒരു ചെറിയ വിഭാഗം മാത്രമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ബംഗ്ലാദേശിലെ തീവ്ര റാഡിക്കൽ ഒരു വിഭാഗം മാത്രമാണ് ഇന്ത്യ വിരുദ്ധത. ഒരു രാജ്യം മുഴുവൻ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, ഇന്ത്യയുടെ വടക്ക് കിഴക്കിനെയും ഇന്ത്യയുടെ മെയിൻലാൻഡിനെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു ഇടത്ത് സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന വളരെ വലിയ അശാന്തി അത് ഭാരതത്തെ തന്നെയാണ് ബാധിക്കുന്നത്. എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അഭയാർത്ഥി പ്രവാഹം ഉണ്ടായാൽ ഇന്ത്യക്ക് നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹമാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ അതുകൊണ്ട് ഒരു ബാലൻസ്ഡ് ഒരു അപ്രോച്ച് മാത്രമാണ്. കോൺഷ്യസ്നെസ് ഉയർത്തുക എന്നതിന് ഉപരിയായി ഭാരതമൊന്നും നേരിട്ട് ഉടനടി ചെയ്യാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, ഇവിടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കൂ, പറയാൻ എളുപ്പമാണ്. ഇതിവിടെ ചിറ്റഗോങ് ബോംബ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഈ ഡാക്ക തുറമുഖം ബോംബ് ചെയ്യുകയാണോ? ഇത് ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? എവിടെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? ഇതൊരു എത്നിക് വിഷയമായി മാറിയിരിക്കുന്നു. എത്നിക് മാത്രമല്ല, മതപരമായ എത്നിസിറ്റിയിൽ രണ്ടും ബംഗാളി ഹിന്ദുക്കളും ബംഗാളി മുസ്ലിങ്ങളും ഏതാണ്ട് ഒരേ എത്നിക് ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണ്, ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ്. പക്ഷേ ഇത് മതമാണ് അവിടെ വിഷയം. അതുകൊണ്ട് ഈ ടാർഗറ്റ് ചെയ്യാൻ പിന്നെ ഒക്കുന്നത് സെലക്റ്റീവായ ഈ തീവ്ര വിഭാഗങ്ങളെ നിയന്ത്രിക്കാനും അവരുടെ സോഴ്സ് കട്ട് ചെയ്യാനും ഇന്ത്യ വിചാരിച്ചാലും ഒരു പരിധിവരെ നടക്കുമെന്നതാണ്. അതുകൊണ്ട് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഭീഷണിയായി വന്നുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ഒരു സാമ്പത്തിക ഉപരോധം അല്ലെങ്കിൽ ട്രേഡ് ആൻഡ് കൊമേഴ്ഷ്യൽ എംബാർഗോ പ്രഖ്യാപിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശിലേക്കുള്ള ചരക്ക് ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടാൽ, കടൽ മാർഗമുള്ള ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന അന്തരീക്ഷമുണ്ടായാൽ ബംഗ്ലാദേശിന് മുട്ടുമടക്കുക എന്നല്ലാതെ യാതൊന്നും ചെയ്യാനാവില്ല. അതിനെ സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് പറയാനാവില്ല. സാവകാശമുള്ള ഞെരുക്കലാണ്. അതുകൊണ്ട് അതിൽ നിന്നും പുറത്തു വരണം എങ്കിൽ ബംഗ്ലാദേശിന് സ്വന്തം ഭവനം, സ്വന്തം രാജ്യം, സമാധാനം, അവിടെ ആ രാജ്യത്ത് സമാധാനം കാത്തു സൂക്ഷിക്കാൻ ഇടക്കാല സർക്കാർ നിർബന്ധിതരാകാൻ. മാത്രമല്ല, ഇനി ഒരു സർക്കാർ, ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കണം. ഈ ഒരു റാഡിക്കൽ ഒരു ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് ഭരണകൂടം പൂർണ്ണമായി പെർമനൻ്റായി മാറുന്ന ഒരവസ്ഥാവിശേഷവും ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ട്രെഡ് വെരി കോഷ്യസ്ലി, ഇത് ഇന്ത്യയുടെ ഒരു നയമായി മാറിയിരിക്കുന്നു. വിദ്യാസാഗർ, സാധ്യമായിട്ടുള്ള ഒരു പോംവഴിയാണ് മോഹൻ സാർ നിർദ്ദേശിച്ചത്. അതായത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, അതും സാവകാശം. അങ്ങനെ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറയുന്നു. പക്ഷേ ന്യൂനപക്ഷം പറയുന്നത് പോലെ ന്യൂനപക്ഷത്തിൻ്റെ എണ്ണം കുറഞ്ഞ് വരുന്നു. ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു, അവരുടെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എത്ര കാലം കാത്തിരിക്കാനാവും അവിടെയുള്ളവർക്ക്? ഈ പീഡനം എത്ര കാലം തുടർന്ന് മുന്നോട്ട് പോകാനാവും എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ? അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞതിനെ അതിന്റെ ഡിപ്ലോമാറ്റിക് വശത്തെ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ ഒരു ഹിന്ദു എന്ന നിലയ്ക്കാണ് പ്രതികരിക്കുന്നത്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അവിടെ ഉള്ളപ്പോൾ എനിക്കൊരിക്കലും മെല്ലെ മതി, പിന്നെ 10 പേര് കൂടി ചാവട്ടെ എന്നിട്ട് നോക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഹിന്ദുക്കളുടെ അവിടുത്തെ അവസ്ഥ ഇന്നല്ല, വളരെ കാലമായിട്ട് പരിതാപകരമാണ്. ഇപ്പൊ ശ്രീലങ്കയിൽ ക്രിസ്ത്യാനികളുടെ പള്ളിയിലേക്ക് ഒരു ഈസ്റ്റർ ദിവസത്തില്
ഒരു ജിഹാദി ഒരു ബാഗിൽ ബോംബുമായിട്ട് പോയിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഓർമ്മിക്കുന്നുണ്ടാവില്ല അങ്ങ്. ഓർക്കുന്നുണ്ടല്ലോ. അതെ. അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് മെല്ലെ മതി, ഇന്റർനാഷണൽ സമൂഹത്തിന് മുമ്പിൽ നമ്മളെ പേര് ചീത്തയാവണ്ട, നമ്മുടെ ഡ്രസ്സിൽ അഴുക്കാവണ്ട, മോദിജിക്ക് ഒരു നോബൽ പ്രൈസ് കിട്ടിക്കോട്ടെ എന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. എന്റെ ചിന്ത എപ്പോഴും ഈ അടിച്ചമർത്തപ്പെടുന്ന വേദനിക്കുന്ന സമൂഹങ്ങളുടെ കൂടെയാണ്. അപ്പൊ ഓരോ നിമിഷം വൈകുമ്പോൾ എന്റെ ഹൃദയം പിടയുന്നുണ്ട്. So being responsible about my community is the first priority as far as I'm concerned. I'm not concerned about your international affairs and diplomacy and what not. അപ്പൊ അതൊന്നും എന്നെ സംബന്ധിച്ച് അത് ബാധകൾ. ഞാൻ പറയുന്നതിന്റെ പൊരുൾ എന്താന്ന് വെച്ചാൽ, ഈ മനുഷ്യനെ പിന്നെ മതം വളർത്തുന്ന സമുദായങ്ങളോട് അതിശക്തമായ നടപടി തന്നെ എടുക്കണം. ഇന്ദിരാഗാന്ധി എന്ന സ്ത്രീ കാണിച്ചു തന്നില്ലേ? അന്നും ഈ ഇന്റർനാഷണൽ സമൂഹം ഉണ്ടായിരുന്നല്ലോ. ബംഗ്ലാദേശി ഇരപ്പാളികളെ ഒന്നിച്ച് 48 മണിക്കൂറിന്റെ പിടിച്ചു കെട്ടിയോടെ കൊണ്ടുവന്നത്. ഇതൊന്നും ഇമ്പോസിബിൾ ആയ കാര്യങ്ങളൊന്നും അല്ല. ശക്തി കാണിക്കുന്നവനോടെ സമാധാനം കാണിക്കുള്ളൂ. അത് പ്രത്യേകിച്ച് സമാധാന മതത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ്. തിരിച്ചടി ഉറപ്പാവുന്നവരോട് പോയിട്ട് ഒന്നും തോണ്ടാൻ നിൽക്കില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല്, ഇസ്രായേല് ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് മുമ്പിൽ എത്ര അവകാശരായി. ഇതേ യുണൈറ്റഡ് നേഷൻ ചൈനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വേണ്ടി എത്ര കുഴലൂതി. ഇസ്രായേലിനെ പരസ്യമായി അവഹേളിച്ചുകൊണ്ട് UN പ്രതിനിധികൾ സംസാരിക്കുന്നത് ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അവരുടെ മറുപടി എന്താണെന്നറിയോ? ഞങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഞങ്ങളുടെ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അതെന്താ? അതും ഒരു രാജ്യമല്ലേ? അപ്പൊ അതിനോട് പേടിയുണ്ടല്ലോ. ഇവിടെ ഹിന്ദുക്കൾ എവിടെ കൊല്ലപ്പെട്ടാൽ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കും. ദർ ഇസ് നോ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, ദർ ഇസ് നോ ഫീലിംഗ്. ഈ കമ്മ്യൂണിസ്റ്റുകളുടെ വർത്താനം കേട്ടില്ലേ? കമ്മ്യൂണിസ്റ്റുകൾ സംസാരിക്കുന്നത് കേട്ടില്ലേ? അതിപ്പോ അവര് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നതാണല്ലോ, അവർ പറയുന്നതാണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ. ചിന്മയി കൃഷ്ണദാസ് രാജ്യദ്രോഹി ആണോ? സംശയമാണ്. ഇസ്കോണിന്റെ ആളുകള്, എനിക്ക് സൈദ്ധാന്തികമായിട്ട് അവരോട് വിയോജിപ്പുണ്ട്. പക്ഷെ അവർ ലോകത്തെവിടെയും പോയിട്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ അവരെ പറ്റി പോലും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രതിനിധി പറയുന്നത് ചിലപ്പോ വല്ലതും ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. ഇത് എപ്പോഴും അവരുടെ പ്രതികരണമാണ്. ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇവരിങ്ങനെ പ്രതികരിക്കും. മദനി ജയിലിൽ കിടക്കുന്നതിന് ഇവർക്ക് കണ്ണീര് തോരുന്നുമില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇസ്ലാമിക ശക്തി ആക്രമിക്കപ്പെട്ടാൽ ഇവർക്ക് വിഷമം തീരുന്നുമില്ല. അപ്പൊ ഇവരുടെ സൂക്കേട് മനസ്സിലായി. അപ്പൊ കമ്മ്യൂണിസ്റ്റുകൾക്ക് മറുപടിയില്ല. മതം കാരണം മാത്രമല്ല മനുഷ്യൻ കൊല്ലപ്പെടുന്നത്. സ്റ്റാലിന്റെ കാലത്ത് 3.4 ബില്യൺ ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആലോചിച്ച് നോക്കണം. പട്ടിണി കിടന്ന് എത്ര ഒരു വേറെ, ഇയാൾ ഈ സ്റ്റാലിൻ കൊന്നൊടുക്കിയൊരു വേറെ. അത് മതം കൊണ്ടൊന്നുമല്ല. ലോകത്തെ ഏറ്റവും അധികം ആളുകളെ 1921 മുതൽ 1953 വരെയുള്ള കാലയളവിൽ 1.7 മില്യൺ ആളുകളെ കൊന്നൊടുക്കിയിരിക്കുന്നു. പല രീതിയിൽ പട്ടിണി കിടത്തിയിട്ടാണെങ്കിലും. ഈ തോമസ് ഐസക്കിന്റെ മുത്താപ്പുമാരായിരുന്ന അവിടുത്തെ ധനതത്വ ശാസ്ത്രജ്ഞന്മാര്, ഇവന്മാരെ ധനതത്വം, ഈ കമ്മ്യൂണിസം എന്ന ധനതത്വം കൊണ്ട് ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുകയായിരുന്നു. ഈ യൂസ്ലെസ്സുകൾ ലോകത്ത് എവിടെയും അവരുടെ സിദ്ധാന്തം പ്രയോഗിച്ച് വിജയിപ്പിച്ച് കാണിച്ചിട്ടില്ല. ഇനി ഇവർക്ക് ഹിന്ദുക്കൾ ചത്താൽ എന്താ? ഒരു കുഴപ്പമില്ല. അവർക്ക് എനിക്ക് കുത്തിയിരുന്ന് പറയാം അവരാണോ ഇവരാണോ കുറ്റക്കാരൻ. ഇപ്പോഴും അവർ തർക്കം കളിക്കുകയാണ്. ഞാൻ പറയുന്നത് അതിനീചമായ അതിഭീകരമായ ഇസ്ലാമിക ആക്രമണം അത് പാകിസ്ഥാനിലും ചെയ്തിട്ടുണ്ട്. മൈനോറിറ്റീസിനെതിരെ, അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെയും ഹിന്ദു കമ്മ്യൂണിറ്റിക്കെതിരെ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ വിഭജിക്കപ്പെടുന്ന ഇന്ത്യ വിഭജിക്കപ്പെടുന്ന സമയത്ത് അവിടുത്തെ ഹിന്ദുക്കളുടെ എണ്ണം എത്രയാണ്? ഇപ്പോൾ എത്രയാണ്? വളരാത്ത സമൂഹമായി മാറുകയാണ്. എന്നാൽ ഇന്ത്യയിലെ ഈ പാകിസ്ഥാൻ പാർട്ടിഷൻ വരുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം ഇപ്പോൾ എത്രയാ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വംശഹത്യക്ക് കൂട്ടു നിൽക്കുകയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ എന്താ പറയാ സ്വർണ്ണ ചഷകം. നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നു. ശേഷിയും ശക്തിയും കാണിക്കേണ്ടത് കാണിച്ചില്ലെങ്കിൽ ഇവൻ മാർച്ച് ചെയ്ത് ഉള്ളിലേക്ക് കയറും. യാതൊരു സംശയ കാര്യത്തിലില്ല. നമുക്ക് ഇന്റർനാഷണൽ പോളിസി പറഞ്ഞുകൊണ്ടിരിക്കാം. ഇന്ന് രാത്രി ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ അവിടെ ഒരു ഹിന്ദു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടാവാം. അപ്പൊ എന്റെ ചോദ്യം, എന്ത് കൊടുത്താലാണോ അവനെ ഷോക്ക് മനസ്സിലാവുക, ആ ഷോക്ക് കൊടുക്കണം. സർജിക്കൽ സ്ട്രൈക്ക് ഡസന്റ് റിയലി ലിറ്ററലി മീൻ ഫിസിക്കൽ അറ്റാക്ക് ഓൺ ബംഗ്ലാദേശ്. മൈ പോയിന്റ് ഇസ് ഡിഫറെന്റ്. I want them to get suffocated out of international pressure, especially a direct pressure from India. ഈ അറ്റാക്സ് നിർത്താൻ ഈ കൊലക്കത്തി ഇസ്ലാമിക ശക്തികൾ കൊലക്കത്തി താഴെ വെക്കും വിധം അവരെ നിരായുധീകരിക്കാനുള്ള ശക്തി കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഡിപ്ലോമസി, നോബൽ പ്രൈസും തേങ്ങാപ്പിണ്ണാക്കൊന്നും ഈ ഭരിച്ചു പോകുന്ന ഹിന്ദുക്കൾക്ക് ഇല്ലല്ലോ. എത്ര പേരാണ് കൊല്ലപ്പെടുന്നത്? ഇപ്പൊ ഈ ചിന്മയി കൃഷ്ണദാസിനെ അവര് മിക്കവാറും അവര് ശരിപ്പെടുത്തും അവിടുന്ന്. അങ്ങനെയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴും പറയണം അയാള് രാജ്യദ്രോഹി ആണോ എന്ന് ഉറപ്പില്ല. ഈ പണ്ടൊരു യൂസ്ലെസ് നേതാവ് പറഞ്ഞല്ലോ, ഈ സിംല കരാറിനെ പറ്റിയാണെന്ന് തോന്നുന്നു, ചൈന അവരുടെതെന്നും നമ്മൾ നമ്മുടെതെന്നും പറയുന്നു ഒരു നേതാവ് ഇവിടെ പറഞ്ഞിരുന്നു കേരളത്തിൽ. അനിൽജിക്ക് ഓർമ്മയുണ്ടോ?
ചൈനയുടെ 5ാം പത്തിയായിരുന്നു ആ നേതാവ് മരിക്കുന്നവരെ. അതെ അതെ. അപ്പൊ ചൈനയുടെ 5ാം പത്തികളായ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ പറയുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ് കാര്യം, ഈ ശ്രീലങ്കയിലെ ആഭ്യന്തര പ്രശ്നമായാലും പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നമായാലും ഈ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചാൽ അഫ്ഗാനിസ്ഥാനിലായാലും ബാംഗ്ലാദേശിലാണെങ്കിലും ഇതിന്റെ ഒക്കെ പിന്നിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ലത്തീൻ കത്തോലിക്കക്കാരെ കൊണ്ട് സമരം ചെയ്യിച്ചതിന്റെ ഫണ്ട് എവിടുന്ന് വന്നു ആഴത്തിൽ ചിന്തിച്ചാൽ അവിടെ പോലും ഈ 5ാം പത്തി കാണാം. അതായത് ഏറ്റവും കേരളത്തിൽ നടന്നൊരു കോമഡി, ഇതിനോട് ബന്ധമില്ലാത്ത കാര്യം പറയാം. ഇതില് തെരയുന്ന ഈ കുറ്റവാളിയെ ചുമത്തിയിട്ടുള്ള ഒരു പള്ളിരച്ചന്റെ കൂടെ പിന്നെ വിരുന്ന് ആഘോഷിക്കുകയാണ് മുഖ്യമന്ത്രി. ഇയാള് പിടിയുട്ട പൊള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസ് കേരളത്തില്. ശരിയാതെ കേരളത്തില് അത് തലയ്ക്കകത്ത് കളിമണ്ണ് പോലും ഇല്ലാത്ത മുഖ്യമന്ത്രിയും യൂസ്ലെസ് ഇക്കിളിപ്പെടുന്ന ഒരു ഭരണ സംവിധാനവും. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ അത്. ഇയാള് കടപ്പുറത്ത് അക്രമം ഉണ്ടാക്കിയെന്ന പേരിൽ ഇയാളെ പോലീസ് അന്വേഷിക്കുന്നതാണ്. ലുക്കൌട്ട് നോട്ടീസ് ഉണ്ട്. ഇയാള് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഇങ്ങനത്തെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ യുണൈറ്റ് ചെയ്യുന്നത് അത് കേരളത്തിൽ നടക്കുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്, അതെ, കമ്മ്യൂണിസ്റ്റുകളുടെ ബുദ്ധി അങ്ങേയറ്റം പോകുന്നതിന്റെ തെളിവാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവരെയൊക്കെ യുണൈറ്റ് ചെയ്ത് there is a force that unites all these anti-national agencies, anti-Hindu agencies, and that is undoubtedly China. ചൈനയാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു ദുർബലതയുടെ സന്ദേശം കൊടുത്തുകൊണ്ട് നാളെ ഈ നോബൽ പ്രൈസ് കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെയുള്ള ഹിന്ദുക്കൾ വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജഗനോട്ടാണ്. ഉരുണ്ടു വരുന്ന ഒരു രഥത്തിനടിപ്പെട്ട ആളുകളെ പോലെയാണ് മൈനോറിറ്റീസിന്റെ അവസ്ഥ. അവർ ചിന്തിക്കുക. നേരത്തെ അദ്ദേഹം ഖുറാനൊക്കെ ഏതോ തപ്പിപ്പിടിച്ച് കുറെ സൂക്തം പറഞ്ഞല്ലോ. ഒരു കാര്യം പറയാം, ഈ ഖുറാനിനെ സംബന്ധിച്ച് 2 തരം അവതരിച്ച മദീനയിൽ അവതരിച്ചേ. അപ്പോ ഈ രണ്ടുകളുടെയും യാഥാർത്ഥ്യം, മുഹമ്മദ് നബി മൈനോറിറ്റി ആയിരുന്ന കാലത്ത്, മുഹമ്മദ് നബിക്ക് ആൾബലം കുറഞ്ഞിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അവിടുന്ന് അടിച്ചോടിക്കപ്പെട്ട ശേഷം ആൾബലം കൂട്ടി വന്ന ശേഷം പറഞ്ഞ സൂക്തങ്ങളും രണ്ടും രണ്ടാണ്. സ്ട്രൈക്കിംഗ്ലി ഡിഫറെന്റ് ആണ്. ആൾബലം അദ്ദേഹത്തിന് വളരെ കുറവായിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞ സൂക്തങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചത്. ഒരുത്തൻ ആക്രമിക്കപ്പെട്ട ലോകം മുഴുവൻ ആക്രമിക്കപ്പെടും, നിന്റെ മതം നിനക്ക്, എന്റെ മതം എനിക്ക്, മതത്തിന്റെ നിർബന്ധം ഇല്ല എന്നൊക്കെ ഉള്ളത് അവർ പറയും. അത് എപ്പോൾ പറഞ്ഞാണ്? ഹിസ്റ്റോറിക്കലി എപ്പോൾ പറഞ്ഞാണ്? അദ്ദേഹത്തിന് ആൾബലം കുറഞ്ഞ കാലത്ത് പറഞ്ഞാണ്. അദ്ദേഹം ഒരു വലിയ തീർന്ന ശേഷം അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ 100% തിരിഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ 4 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവിശ്വാസികളെ, അമുസ്ലിങ്ങളെ എവിടെ കണ്ടാലും കയ്യും കാലും വെട്ടാനും കഴുത്തറക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂറത്ത് തൗബ ഖുറാനിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ തുടങ്ങുന്ന തന്നെ എങ്ങനെയാണ്? ബഹുദൈവ വിശ്വാസികൾക്കെതിരെയുള്ള ത്രെട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ആളെ മൂഢരാക്കണ്ട. ഈ ഹിസ്റ്റോറിക്കലി ഹദീസ് അടക്കം ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ഖുറാനിലെ സൂക്തങ്ങൾ ഇറങ്ങിയെന്ന് മനസ്സിലാക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആൾബലം കുറഞ്ഞിരിക്കുമ്പോൾ, അതായത് മൈനോറിറ്റി ആയിരിക്കുമ്പോൾ അവരൊരു വാക്ക് പറയും. അതെന്താണ്? എല്ലാവരും മതേതരരാവണം, ശാന്തരാവണം, ആരും ആക്രമിക്കരുത്, മനുഷ്യരല്ലേ എല്ലാവരും, ദൈവത്തെ മുമ്പിൽ എല്ലാവരും ഒന്നല്ലേ എന്നൊക്കെ പറയും. വൺസ് ദേ ഗെറ്റ് പവർ, ദേ ഗെയിൻ മെജോറിറ്റി ഇൻ എനി കൺട്രി ഇൻ ദ വേൾഡ്, ദേ സ്റ്റാർട്ട് അറ്റാക്കിംഗ് മൈനോറിറ്റീസ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ചരിത്രമാണത്. അപ്പൊ ആ ചരിത്ര സത്യത്തെ കണ്ടുകൊണ്ട് മെല്ലെ വെയിറ്റ് ചെയ്തിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്താ പറയുന്നത് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്ക്, കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഗസ്വ നടത്തിയിട്ട് അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെടും. അതിൽ സംശയമില്ല. ആ രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യം. എനിക്ക് സത്യം പറഞ്ഞ സങ്കടമുണ്ട്. ഏതെങ്കിലും നേതാവ് നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് കോട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോളൂ, ഈ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് ഭ്രാന്തന്മാരുടെ കാരണമാണ്. അതിപ്പോ ബ്രിട്ടീഷ് അടിയിൽ കടന്നിട്ട് ഹിന്ദുക്കളും ഇന്ത്യക്കാരും പിന്നെ അനുഭവിക്കാൻ കാരണക്കാരൻ ഒരു മഹാശാന്തനായിരുന്നു. ഈ ശാന്തന്മാരെ എനിക്ക് പേടിയാണ്. ശാന്തന്മാരുടെ അകട്ടിൽ നിന്ന് പാല് കുടിക്കുന്ന അക്രമികളാണ്. ശാന്തന്മാരുടെ അകട്ടിൽ നിന്ന് ഒരിക്കലും മറ്റ് ദുർബല വിഭാഗങ്ങൾക്ക് പാല് കിട്ടില്ല. ഇപ്പൊ മുഹമ്മദ് യൂനിസിന് എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്? പീസിനാണ്, വേൾഡ് പീസ്. നൗ ഹീസ് കട്ടിങ് മൈനോറിറ്റീസ് ഇൻ പീസസ്. അപ്പോ ഇവിടെയും നമ്മുടെ നാട്ടിലും നോബൽ പ്രൈസ് ആഗ്രഹിച്ചിട്ടോ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ വിരട്ടിൽ മേടിച്ചിട്ടോ ആണ് നമ്മൾ ഈ ദുർബല നയം എടുക്കുന്നെങ്കിൽ അതിന് ഹിന്ദുക്കൾ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യെസ് മിസ്റ്റർ ജഹാൻ, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഈ വിഷയം? പെട്ടെന്ന് പറയണേ, ഒരു 2 മിനിറ്റ് സമയമുള്ളൂ. ഇപ്പൊ ഈ പ്രശ്നം എന്ന് പറയണേ, ഇതിപ്പോ ബംഗ്ലാദേശിന്റെ പ്രശ്നമായിട്ട് നമ്മൾ കണ്ട് കൈകാട്ടി നിൽക്കുക. ബംഗ്ലാദേശിന്റെ ഹിന്ദുക്കൾക്കാണ്, മൈനോറിറ്റീസിനാണ് സംഭവിച്ചതെന്ന് പറയുന്ന അതേ സമയത്ത് ഇവിടെ സുഖമായി ജീവിക്കണ മൈനോറിറ്റീസിന് എല്ലാ സൗകര്യങ്ങളും
എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കണ ഇന്ത്യ രാജ്യത്ത് ഇതേപോലെ നാളെ ഹിന്ദുക്കൾ മൈനോറിറ്റീസ് ആവൂല എന്നാരുണ്ട് ഇതുപോലെ ഇവര് ചെയ്യാനും ആക്രമിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നു, വെസ്റ്റ് ബംഗാളിൽ സംഭവിക്കണു, കേരളത്തിൽ സംഭവിക്കണു, കാശ്മീരിൽ നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെയെല്ലാം ഭാരതത്തിന്റെ കൾച്ചർ ഇല്ലാതാക്കാന്നുള്ള ഒരു റിലീജിയൻ അജണ്ട മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിഫിക്കലി ആണെങ്കിലും എല്ലാത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു വേദത്തിൽ നിന്നല്ല എല്ലാം പുറപ്പെട്ട് അങ്ങനത്തെ ഒരു രാജ്യത്തിനെ ഇല്ലാതാക്കുക എന്നുള്ള വലിയൊരു സംഗതി വെസ്റ്റേൺ ബുദ്ധിയിൽ വരുന്നത് ഇവിടെ കുത്തിവെച്ച് പോയിട്ടാണ് ഇവിടെ ഇന്ത്യ വിഭജിച്ച്. അന്ന് അത് നടന്ന് ഈ പറഞ്ഞ അന്നും ഇവിടെ മിണ്ടിയില്ല ഹിന്ദുക്കളെ ഇവിടുന്ന് പോയ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ ഇവിടെ ഞാൻ എന്നും കാണുന്നുണ്ട് അനിൽജി, എത്രയോ പേരെ പാർട്ടീഷനിൽ ബാക്കിയായി പോലെ മൈ ഗ്രാൻഡ് ഫാദർ വാസ് ഡേ ഇത് പറയുന്ന ആൾക്കാരെ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോ അത് കണ്ടാണ് ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ആകെ സോൺ ഔട്ട് ആയിട്ടാണ് നമ്മൾ കാണുക പലരെയും. അപ്പൊ അതിന്റെ കാര്യം ശ്രദ്ധിക്കുമ്പോ ആ ആൾക്കാരെ നമ്മൾ വാച്ച് ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബോർഡറിൽ ഇരുന്ന് അങ്ങോട്ട് സുഖമായിട്ട് പോയ മുസ്ലിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് തലയും വെട്ടി എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ അന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവായ നെഹ്റുവും ഗാന്ധിജിയും അതിന്റെ ബാക്കിയുള്ള ഹിന്ദുക്കളൊന്നും മിണ്ടിയില്ല? മിണ്ടിയവരൊക്കെ RSS ആരായി. ഇപ്പൊ അതിനെ പറ്റി പറയുമ്പോ RSS ആവും. കുത്തബ് മിനാറിന്റെ മേലെ പേര് എഴുതി വെക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ പേരൊക്കെ മുസ്ലിങ്ങളതാണ്, ഒറ്റ ഹിന്ദുക്കളെ പേരില്ല. ചരിത്രം ഇവരാണ് എഴുതിയത്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി എഴുതി. ആര് ചരിത്രം എഴുതണോ അതാണ്. അപ്പൊ അവരെഴുതി വെച്ച പേര് അവരുടെ ഉണ്ടാവുള്ളൂ. ആരെ പേരാണ് ഭഗത് സിംഗിനെ ആരെങ്കിലും ഇവിടെ ഓർമ്മിക്കാൻ ഇവിടെ ആരെയുണ്ട്? ആകെ ഒരു നെഹ്റുവിനെയും ഗാന്ധിജി. ഇപ്പോഴും അവര് പറയുന്ന നെഹ്റുവിന്റെ കുടുംബക്കാര് വന്നപ്പോ വയനാട്ടിൽ സ്ഥിരത താമസായി. അവരിപ്പോഴും പറയണ ആ താമസക്കാര് ഇനിയിപ്പോ ഹിമാലയൻ മലകളൊക്കെ റോബർട്ട് വദ്രന്റെ, അതേപോലെ വയനാട് മലകള് ഇപ്പൊ പ്രിയങ്ക എടുത്ത് അത് അവിടെ ഉണ്ടാവും. ഒരൊറ്റ കാര്യം നിങ്ങൾ ഏതായാലും റിപ്പോർട്ടൊക്കെ എടുക്കുന്നവരല്ലേ, ഇപ്പൊ മുണ്ടക്കയം മറ്റേ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് ചൂരൽമലയില് എത്ര പേര് അനധികൃതമായി ഉണ്ടായവരുണ്ടായി. എന്തുകൊണ്ട് 10 ദിവസം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ച തെരച്ചിൽ അവസാനിപ്പിച്ചു? കാടുകളിൽ എന്തുകൊണ്ട് തെരച്ചിൽ കിട്ടിയില്ല? എങ്ങനെ ഇത്ര 1000 ആൾക്കാർക്ക് എന്താ ആ പഞ്ചായത്തിൽ ആധാർ കാർഡും വോട്ടേഴ്സ് ID ഉണ്ടായിരുന്നില്ലേ? ആളെ തിരിച്ചറിയാത്ത എത്ര ആള് മിസ്സായി ഇന്ന് വരെ എന്തുകൊണ്ട് സർക്കാരിന് കണക്കെടുക്കാൻ പറ്റിയില്ല? ഇതുപോലെ കൊണ്ടുവന്ന് വയനാട്ടിൽ ഈ 5 വർഷം കൊണ്ട് താമസിപ്പിച്ച എത്രയോ പേര് ആ മലയോരങ്ങളിലുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളാ മലകളിൽ എനിക്ക് തോന്നുന്നത് എന്തായാലും ടെററിസത്തിന്റെ ഒരു വലിയൊരു അട്രാക്റ്റീവ് പ്ലേസാ. കുറച്ച് തണുപ്പും കുറച്ച് കുന്നും മലയും കാടും വെള്ളമൊക്കെ ഉണ്ടായ അതാണ് ഈ സംഭവിക്കുന്നത്. അതിന്റെ ആ തുടക്കത്തിലേക്കാണ് ബംഗ്ലാദേശിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ കയറി അത് വന്ന് സർക്കാർ ഇരുന്നാല് വലിയ ആപത്താണ് സംഭവിക്കാൻ പോകുന്നത്. ഹിന്ദു സമൂഹം തന്നെ, ഹിന്ദുക്കളെ ഒരു വിചാരമുണ്ട് നമ്മൾക്കൊന്നും അറിയില്ല. അങ്ങനെ പണ്ട് ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ട ഒരു തമാശയത്. അത് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് അത് ക്ലിയർ ചെയ്ത്. ഹിന്ദുക്കൾ ആർക്കും ഒന്നും കൊടുക്കൂല, ധർമ്മം കൊടുക്കൂല, അവര് കൂടുള്ളവനെ സഹായിക്കൂല, അവർക്ക് മന്ത്രങ്ങളില്ല, അവർക്ക് ഇരിക്കുമ്പോ അവര് ഇത് പഠിച്ചിട്ടില്ല, റിലീജിയനെ പഠിക്കാത്തോണ്ടാണ് അവർക്ക് സംസ്കാരം ഇല്ലാത്തതെന്നൊക്കെയാണ് പണ്ട് പറഞ്ഞത്. പക്ഷെ ഇന്നില്ലേ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഈ ഇസ്കോൺ പോലുള്ള ആൾക്കാര് അത് അവര് പഠിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയില് ഏറ്റവും അധികം ചാരിറ്റിയും ഭക്ഷണവും ധർമ്മവും. ഈ റോഡിൽ ഭക്ഷണം പൈസ ഇല്ലാത്ത ഒരാൾക്ക് ഡൽഹിയിലൊക്കെ ജീവിക്കാം, നിങ്ങൾക്കറിയോ? ഭക്ഷണം കൊടുക്കുന്നത് അത് കൊടുക്കുന്ന ആരാണ്? ഹിന്ദുക്കൾ തന്നെ. ഇതുപോലെയുള്ള ബാബന്റെ ക്ഷേത്രത്തില് അല്ലെ പഞ്ചാബിന്റെ ക്ഷേത്രത്തില് അല്ലെങ്കിൽ ഇസ്കോന്റെ ക്ഷേത്രത്തില് റോട്ടിലിറങ്ങിയാൽ പൈസ കൊടുക്കാതെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. അത് ഹിന്ദു കൊടുക്കുന്ന, അല്ലാതെ ഇവിടുത്തെ സൂഫികൾ മാത്രമേ ഉള്ളൂ ഭക്ഷണം കൊടുക്കുന്നത്. ഒരു ടെററിസ്റ്റിന്റെ ഭക്ഷണവും നമ്മൾ എവിടെയും കാണുന്നില്ല, ആരായാലും ഏത് ടെററിസ്റ്റ് ആയാലും. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് സൈഡ് കോർണർ ഇതാണ് ഹിന്ദുത്വ ആ മതത്തിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരുന്നത്. പല കുട്ടികളും പറയുന്നേട്ടെ ഞങ്ങളെ മതത്തിലൊന്നുമില്ല, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അത് പഠിക്കാനും നമ്മളിപ്പോഴും ഞാൻ പറയണു നമ്മളെ കുട്ടികളെ ഓരോ ഹിന്ദു അല്ല ഓരോ ഭാരതീയനും ഹിന്ദുസ്ഥാനിൽ ജനിച്ച എല്ലാവരും നമ്മളെ ദേശത്തിനെ പറ്റി നമ്മളെ സംസ്കാരത്തിനെ പറ്റി നമ്മളെ നാട്ടിലൊരു വേദങ്ങളും ഈ പ്രപഞ്ചത്തിനെ പറ്റി മുഴുവനും പഠിപ്പിച്ച ലോകത്തിനെ മുഴുവനും പഠിപ്പിച്ച ലോകം കഴിഞ്ഞിട്ടല്ലേ പരലോകമുള്ളൂ, ഹൂറിമാരെടുത്ത് പോകുന്നുള്ളൂ.
അപ്പൊ ഇതെല്ലാം പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിന്റെ രാജ്യത്താണ് നമ്മൾ ജീവിക്കണമെന്നുള്ള ഒരു ബഹുമാനവും ഇതും നമ്മളെ സ്കൂളുകളിലും നമ്മളെ കുട്ടികളിലും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് 2002 ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ RSSകാരെല്ലാം കൂടെ ചേർന്ന് ബലാത്സംഗം ഒക്കെ ചെയ്തിട്ട് ആ പ്രതികളെ അന്ന് പ്രതികൾക്ക് ഈ ബിൽക്കിസ് ബാനുവിന് അനുകൂലമായിട്ട് ഒരക്ഷരം പറയാൻ ഈ ഹിന്ദു സ്നേഹികളൊന്നും ഇല്ലായിരുന്നു. 2020 ഇവിടുത്തെ ഒരു MP അനുരാഗ് താക്കൂറും പ്രവീഷ് ശർമ്മയും കപിൽ മിശ്ര എന്ന് പറഞ്ഞ XMP മന്ത്രി എല്ലാം കൂടെ ചേർന്ന് ഡൽഹിയിൽ ഒത്തിരി മുസ്ലിങ്ങളെ കടയെല്ലാം അടിച്ചു തീ കത്തിച്ചല്ലോ. അന്നേരം ഈ ഹിന്ദു സ്നേഹമൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും പറയും ഞങ്ങൾ അങ്ങനെ വരുന്നവർക്ക് ഒരേ സ്നേഹം കാണിക്കുന്നത്. എന്തുകൊണ്ട് അന്ന് ഈ മുസ്ലിങ്ങൾക്ക് ഇത് സംഭവിച്ച ഒരു അക്ഷരം പോലും ഇവിടെ പ്രതികരിച്ചില്ല? അപ്പൊ അതിനൊന്നും ഞങ്ങളാരും അതിന് യോജിക്കുന്നില്ല. അത് ഹിന്ദുവായാലും മുസ്ലിമായാലും വേറെ ഒന്നുമില്ല. നൂറുകണക്കിന് പറയാം, 1000 ഉണ്ടോ അങ്ങോട്ട് പറയാം, എത്ര എണ്ണം പറയണം? ഓരോരോ സംഭവങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ പ്രൊഫസറോട് ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന സംഭവങ്ങൾ. അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്, ഇന്ത്യയിൽ ചെയ്യുന്ന തെറ്റാണ്, തിരിച്ച് ഹിന്ദുക്കൾക്കെതിരെ ചെയ്യുന്ന തെറ്റാണ്. താങ്കളുടെ ശ്രദ്ധയിലില്ല, പെടുന്നുമില്ല. അല്ല, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അനിലെ, ഉണ്ട്, സംഭവങ്ങളുണ്ട്. ബംഗ്ലാദേശ് അടക്കം തെറ്റ് തന്നെയാണ്. അത് തന്നെയാണ് എന്റെ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഒരു രാജ്യത്തും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കും. മതന്യൂനപക്ഷമല്ല, മതങ്ങൾ തമ്മിലോ സമയപരിമിതിയുണ്ട്. പക്ഷേ എങ്കിലും ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്നത് പോലെ ഇന്ത്യയിലെ ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ന്യൂനപക്ഷങ്ങളെ ഇവിടെ മാത്രമല്ല നമ്പ്യാരായി, എവിടെ ഏറ്റക്കുറച്ചിനകത്ത് അനിൽ എന്നെ 2 അടി അടിക്കുന്നു, ഞാൻ തിരിച്ച് 1 അടി അടിക്കുന്നു പറയുമ്പോൾ അത് ന്യായമാവും? അത് ശരിയല്ലല്ലോ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം എന്താ? നമ്മൾ പറയുന്നത് അത് പാടില്ല എന്നല്ലേ? നമ്മൾ അങ്ങനെയാണോ? മാത്രമല്ല താങ്കൾ നോക്കൂ, അവിടുത്തെ അപ്പൊ അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഈ വന്നിരുന്ന ഹിന്ദു പ്രേമം പറയുമ്പോൾ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുമ്പോഴും കൂടി ഇത് പറയണം, മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചുരുങ്ങുകയാണ്. എവിടെ പോയി ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷം, ഇവിടുത്തെ മുസ്ലിങ്ങൾ എവിടത്തേക്ക് എത്തി എന്നുള്ളത് അതൊന്നും ഒരിക്കലും ചൂണ്ടിക്കാണിക്കില്ല. അപ്പോഴും ഹിന്ദുവിന്റെ നെഞ്ചത്ത് കുതിര എന്നുള്ള ഒരു സമീപനമാണ്. പരദേവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവിലുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സമീപനം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. ശക്തമായ പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും ഈ ഹിന്ദുവേട്ട അത് എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടതാണ്. അതുപോലെ ജയിലിൽ കഴിയുന്ന ആചാര്യയെ അത് പുറത്ത് വിടണം. അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ്, അപരാധം എന്താണ് എന്ന് വ്യക്തമാക്കാനുള്ള ആർജവമെങ്കിലും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ കാണിക്കണം. യെസ്, ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.